Hello my dear learners, welcome to Exam Point. So, നിങ്ങളുടെ എല്ലാവർക്കും ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? എക്സാംസ് ഗോയിങ് ഓൺ ആണല്ലേ? ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ബിഫോർ യുവർ ഓണം സെലിബ്രേഷൻ, ഫസ്റ്റ് ടേം എക്സാമിനേഷൻസ് ആർ ഗോയിങ് ഓൺ. സോ ആരും ടെൻഷൻ അടിക്കേണ്ട. ടെൻഷൻ അടിച്ചാൽ നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ വിൽ ഹെൽപ്പ് യു ഡു ഗുഡ് ഇൻ യുവർ എക്സാമിനേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഐ ഹോപ്പ് യു ഓൾ ഹാവ് പ്രിപ്പയർഡ് വെരി വെൽ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. സോ ദിസ് ലൈവ് സെഷൻ ഇസ് ഫോർ യുവർ ബ്രഷിങ് അപ്പ്. നിങ്ങളുടെ മെമ്മറിയൊക്കെ ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാം അല്ലേ? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ, ഓർ ഓൾ ഹാവ് ഡൺ എന്നറിയാൻ വേണ്ടി വിൽ റിവൈസ്. സോ ബിഫോർ ദാറ്റ് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു സെൻഡ് ദിസ് ലിങ്ക് ടു യുവർ ഫ്രണ്ട്സ് സോ ദാറ്റ് എന്താണ് അവർക്കും പഠിക്കാം. എല്ലാവരും കൂടെ പഠിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. സോ ലെറ്റ് ദം ഓൾസോ സ്കോർ മാർക്സ് അലോങ് വിത്ത് യു. സോ എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്യുക. ഇൻ ദ കമ്മിങ് ഡേയ്സ് എക്സാം പോയിന്റ് വിൽ ബി പുട്ടിങ് ലൈവ് സെഷൻസ് ഓൺ ഓൾ സബ്ജക്ട്സ്. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഷെയർ ദിസ് ലിങ്ക്. So before going into our live session, what you have to do, grab a book and a pen so that you can jot down the important points. Endengum miss out either points undengil you can write down, or some page numbers which I mentioned. Okay, effective aayittulla learning nu vendi keep a pen and paper with you. Okay, so let's go into our session. So today നമ്മൾ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുന്നേ വാട്ട് യു ഹാവ് ടു ഡു, നമുക്ക് സിലബസിനെ പറ്റിയൊരു ധാരണ വേണം അല്ലേ? എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം. സോ സിലബസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഹാവ് 2 units for your examination, which are the hours and year and wings of change. അങ്ങനെ 2 യൂണിറ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇൻ ഈച്ച് യൂണിറ്റ് യു ഹാവ് 3 lessons each. ആൻഡ് ഹാഫ് എ ഡേ, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നത്തിങ് ട്വൈസ്. നത്തിങ് ട്വൈസ് ഇസ് എ പോം. മറ്റേത് രണ്ടും പ്രോസ് വർക്കാണ്, ഷോർട്ട് സ്റ്റോറീസ്. ഇനി യൂണിറ്റ് 2-ലാണെങ്കിലോ വിങ്സ് ഓഫ് ചേഞ്ച്. അതിലും ഇതേപോലെ തന്നെ 3 lessons ആണുള്ളത്. ഡ്രീംസ് റിയലൈസ്ഡ്, ദ ടോയ്ലറ്റ് ആൻഡ് സക്സസ്. സക്സസ് ഇസ് എ പോയിട്രി. അപ്പോൾ 2 പോയിട്രിയും 4 ഷോർട്ട് സ്റ്റോറീസുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇസ്ൻ്റ് ഇറ്റ്? ആൻഡ് സിലബസിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, എക്സാമിനേഷൻ പാറ്റേൺ. എന്തൊക്കെ ചോദിക്കും, എവിടെ നിന്നൊക്കെ ചോദിക്കും, വാട്ട് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഗോയിങ് ടു ബി ആസ്ക്ഡ് ഫോർ യുവർ എക്സാം. സോ ഫസ്റ്റ് ഇസ് excerpt from a passage which is of 5 marks. That's a 5-mark question from a passage, and that passage is taken from your prose works. അതായത് നിങ്ങളുടെ ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ള എക്സെപ്റ്റ്സ് ആണ്. സോ വാട്ട് യു ഹാവ് ടു ഡു, ടെക്സ്റ്റുമായിട്ട് യു ഷുഡ് ഹാവ് എ ഗുഡ് ടച്ച്. അതായത് യു ഷുഡ് ഗോ ആൻഡ് ലേൺ ദ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, എന്നാലേ ഈ എക്സെപ്റ്റ് ഏത് ലെസൺ എന്നാന്ന് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പം യു ഷുഡ് thoroughly read the book. So the passage. അപ്പം 5 marks ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ഇസ് എക്സെപ്റ്റ് ഫ്രം ദ പോയം. നിങ്ങൾക്ക് 2 പോയിട്രി ഉണ്ടല്ലേ? ഏതൊക്കെയാണ് 2 പോയിട്രി? സക്സസും നത്തിങ് ട്വൈസും. സോ ദർ ഇസ് നോ ഡൗട്ട് യു വിൽ ഗെറ്റ് എൻ എക്സെപ്റ്റ് ഫ്രം ദ പോയിട്രി, വിച്ച് ഇസ് ദ only 2 യു ഹാവ് ടു സ്റ്റഡി അല്ലേ? 2 ഉള്ളൂ. അപ്പോൾ അതിന് ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. സോ 10 marks is sure. So 10 marks is in your pocket. So it is safe there. And third is appreciation of the poem. So നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിട്രി തന്നെ നന്നായിട്ട് പഠിക്കുക. appreciation of the poem. appreciation എഴുതാൻ വളരെ സുഖമാണ്. We should know who is the author, the summary, and also the poetic devices, techniques used. അതൊക്കെ നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് should find a good appreciation. And then next എന്താണ്? Read the passage and answer the questions. That is a കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കോംപ്രിഹെൻഷൻ? കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതല്ല, പുറത്തുനിന്നൊരു പാസേജാണ് വരിക. എന്നിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം. സോ ദാറ്റ് ഈസ് റീഡിങ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഈസി. സോ 20 marks is safe in your hands now. ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും? either it can be a റിവ്യൂസ് നിങ്ങളുടെ ഏതെങ്കിലും ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ചോദിക്കുള്ളൂ. വാട്ട് ഈസ് എ റിവ്യൂ? നമ്മൾ എന്തെങ്കിലും വായിക്കുകയോ കാണുകയോ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി എ ഫിലിം ഓർ സംതിങ്, ഓർ ഷോർട്ട് ഫിലിം ഓർ സംതിങ് ദാറ്റ് ഈസ് വിഷ്വൽ ഇഫക്റ്റ് ഉള്ള ഒരു സാധനം.
സോ വിഷ്വൽ അപ്പീലിംഗ് ആയിട്ടുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതിന് ശേഷം എഴുതുന്ന ഒരു സാധനമാണ് റിവ്യൂ, അല്ലെങ്കിൽ ബുക്ക് വായിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു സാധനമാണ് റിവ്യൂ. ബുക്ക് റിവ്യൂ, ഫിലിം റിവ്യൂ, നമ്മളെപ്പോഴും റിവ്യൂസ് കണ്ടിട്ടല്ലേ ഫിലിം കാണാൻ പോണേ. ഇൻ ദിസ് ഇറ യു ഓൾവേസ് ഗോ ഫോർ റിവ്യൂസ് അല്ലേ. സോ ദാറ്റ്സ് എ റിവ്യൂ ആൻഡ് ദാറ്റ്സ് എ സ്പീച്ച്. ഇറ്റ് ക്യാൻ ഈദർ ബി റിവ്യൂ, സ്പീച്ച്, എന്തും ചോദിക്കാം കേട്ടോ. ഞാൻ സാധ്യതയുള്ള മേഖലകൾ അല്ലെങ്കിൽ ഏരിയാസ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. കോൺവെർസേഷൻ ഓർ ഡയറി ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂഷ്വലി കോൺവെർസേഷൻ ഡയറി വരിക. ഒരു സിറ്റുവേഷൻ തരും ആൻഡ് ദേ വിൽ ആസ്ക് യു ടു റൈറ്റ് എ കോൺവെർസേഷൻ റിഗാർഡിങ് ദം. ഓക്കെ. ആൻഡ് ഡയറി നമ്മൾ ചെറുപ്പം തൊട്ടേ എഴുതാൻ തുടങ്ങിയ ഒരു സാധനമാണ് ഡയറി. സോ ഫ്രം 6th standard, 7th standard you are starting to write diaries, isn't it? Okay, next is profile writing. Profile writing is very simple. You will get points. Okay, നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടാവും എന്തൊക്കെ ഉണ്ട് എന്ന്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ക്ലബ് ദോസ് പോയിന്റ്സ്, മേക്ക് ഇറ്റ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആൻഡ് ഇൻ ടു എ പാരഗ്രാഫ്. സോ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, അവർ തരുന്ന ഇൻഫർമേഷൻ വെച്ച് മാത്രം പ്രൊഫൈൽ എഴുതിയാൽ മതിയോ. നെക്സ്റ്റ് ഇസ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ പാസേജ് ഗിവൺ. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ പാസേജ്. നെക്സ്റ്റ് ഇസ് ലെറ്റർ, ന്യൂസ് റിപ്പോർട്ട് ആൻഡ് നോട്ടീസ്. ലെറ്റർ എഴുതാൻ നിങ്ങൾക്കറിയാം, ന്യൂസ് റിപ്പോർട്ടും നോട്ടീസും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരും കേട്ടോ. പാരഗ്രാഫ് ബേസ്ഡ് ഓൺ പിക്ചർ. അപ്പോൾ പിക്ചർ ഉണ്ടാവും ആൻഡ് ഫ്രം ദ പിക്ചർ യു ഹാവ് ടു റൈറ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് ഇസ് റീഡ് ദ ടേബിൾ ഗിവൺ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്താ ചെയ്യുക? യു ഹാവ് ടു ഡു ടേബിൾ അനാലിസിസ് ചെയ്യാം. ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും ആൻഡ് ദെൻ അത് അനലൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ആൻസർ ചെയ്യാം. ആൻഡ് ദെൻ ഗ്രാമർ. ഗ്രാമർ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാമറേ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളൂ. ഈ 2 യൂണിറ്റിലും കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും. പിന്നെ എഡിറ്റിംഗ്, എറേഴ്സ് ഫൈൻഡ് ചെയ്യാൻ, ദെൻ കോൺവെർസേഷൻ തന്നിട്ട് ആൻസർ ചോദിക്കുക. പിന്നെ കോൺവെർസേഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ആയിരിക്കും ചിലപ്പം. സോ യു ഹാവ് ടു ഫിൽ ഇൻ ദ കോൺവെർസേഷൻ. അതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, പഠിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ എക്സാമിന് എഴുതാനുണ്ടാവുക. സോ നമുക്കിനി ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് പോണതെന്ന് നോക്കാം. ഓക്കെ, അതും അതിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു സമ്മറിയും നമുക്ക് ചെയ്യാം. സോ ഹാഫ് എ ഡേ. വാട്ട് ഈസ് ഹാഫ് എ ഡേ? ഹാഫ് എ ഡേ ഈസ് റിട്ടൺ ബൈ Naguib Mahfouz. So it is a short story. Okay. Let's see the main points of it. Whenever you study, be sure that you know its author. ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ ആണെങ്കിൽ ഹൂ റോട്ട് ദ വർക്ക്, അല്ലെങ്കിൽ ഒരു പോയിട്രി ആണെങ്കിൽ ഹൂ ഇസ് ദ പോയറ്റ്. ദറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ ഗുഡ് മാർക്സ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് 1 point. സോ യു നോ സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. എല്ലാ കുട്ടികളും എഴുതുന്ന പോലെയല്ല, യു ആർ റൈറ്റിംഗ് സംതിങ് എൽസ്. The poet is well known for this work. He is an Irish poet, അല്ലെങ്കിൽ he is a British writer. എന്നൊക്കെ പറയുമ്പോൾ that's an add-on advantage. So it will help you to score better marks. Okay. So what are the main points of the story? A young boy is taken to school by his father. So look at the picture. You see a father and a child who's going to school wearing new clothes. So he is having a mixed emotion. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ എവറിബഡി വിൽ ബി ടെൻസ്ഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫീലിംഗ് അൺസർട്ടൺ അബൌട്ട് ന്യൂ എക്സ്പീരിയൻസ്. അവിടെ പോയി എന്ത് സംഭവിക്കും, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു ടെൻഷനായിട്ടുള്ള ഒരു കുട്ടി. ആൻഡ് നൗ സ്കൂൾ ലൈഫിനെയാണ് മെൻഷൻ. ദ ബോയ് ക്വിക്ക്ലി അഡാപ്റ്റ്സ് ടു സ്കൂൾ. ഹി ഗോസ് ടു സ്കൂൾ, ഹി അഡാപ്റ്റ്സ് ടു ദ സ്കൂൾ വിച്ച് സിംബലൈസസ് ബ്രോഡർ ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ. സ്കൂൾസ് ആർ യൂഷ്വലി സെറ്റ് ടു ബി മിനിയേച്ചർ ഓഫ് ദ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റീൻ്റെ ഒരു സ്മോൾ ഫോമാണ് എന്ത്, സ്കൂൾ. ആൻഡ് ദെൻ എക്സ്പീരിയൻസസ് ഓഫ് ലൈഫ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? സ്കൂളിൽ നിന്ന്. റിയൽ ലൈഫ് എക്സ്പീരിയൻസസിൻ്റെ ഒരു മിനിയേച്ചർ ഫോം. ഫ്രം സ്കൂൾ വി ഫൈറ്റ്, വി ലാഫ്, വി പ്ലേ, വി മെറി, ആൻഡ് ദെൻ വി ഗെറ്റ് ലോട്ട്സ് ഓഫ് സ്കോൾഡിങ്സ്. അതൊക്കെ എന്താണ്, നമുക്ക് മുമ്പോട്ടുള്ള ലൈഫിലേക്കുള്ള ഒരു സപ്പോർട്ടിങ് ഓർ സ്കഫോൾഡാണ് അല്ലേ. ഇനി എങ്ങനെ ജീവിക്കും? സ്കൂളിനെ ടീച്ചേഴ്സ് ചീത്ത പറയുമ്പം കുറച്ചും കൂടെ വലുതായ കുറച്ചും കൂടെ വലിയ ചീത്തകൾ കേൾക്കാൻ നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ലേണിംഗ്, ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഓൾസോ ചാലഞ്ചസ്. സോ ഇതൊക്കെ ആ ബുക്കിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഹാഫ് എ ഡേ എന്നാണ് ഇതിൻ്റെ പേര്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നൗ an old man leaves school to find the outside world drastically changed. അതായത്
From the beginning, you see a small boy going to school, and towards the end of the story, you find an old man coming out of the school. So, അതായത് it's half a day എന്നൊരു പേരാണെങ്കിൽ പോലും what can you see? It is the process of life. ലൈഫിൻ്റെ ഒരു ജേർണിയാണ് കാണിക്കുന്നത് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് ഓർ ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് വരെയുള്ള ഒരു ലൈഫ് ജേർണി യു ക്യാൻ സീ ഫ്രം ദ സ്റ്റോറി. ആൻഡ് ദ സ്റ്റോറി ഈസ് എ മെറ്റഫോർ ഫോർ ദ എൻറ്റയർ ജേർണി ഓഫ് ലൈഫ്. ഒരു ലൈഫിൻ്റെ ഒരു ത്രൂ ഔട്ട് ദ ജേർണി ഓഫ് ലൈഫ് നമുക്ക് ഈ ഹാഫ് എ ഡേ എന്ന ചാപ്റ്റർ വായിച്ചാൽ കിട്ടും. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം. ടൈം എന്താണ്? ടൈം ഫ്ലൈസ് എന്നാണ് പറയുക അല്ലേ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം കടന്നു പോയിട്ടുണ്ടാവും. സോ ദ ഫ്ലീറ്റിംഗ് ടൈമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്കൂൾ ഇസ് കൺസിഡേർഡ് ടു ബി എ മെറ്റഫർ ഫോർ ലൈഫ്. ഓക്കെ, ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് അനാലിറ്റിക്കൽ ആൻഡ് ഓൾസോ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ, the writer uses the school as a metaphor. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തല്ലേ, for life itself, illustrating how we move through different phases of life, that is childhood, adolescence, adulthood and old age. Without realizing how quickly time passes. Now you all are at the age of 14 അല്ലേ? എത്ര പെട്ടെന്നാണ് ജനിച്ച തൊട്ട് 14 years. It flied അല്ലേ? It flew away. All the 14 years flew away. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ജൂൺ തുടങ്ങി, സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് നൗ എക്സാമിനേഷൻ ആയല്ലേ? 3-4 months passed away so quickly. Prepare a review of the story based on the reading of the same. നേരത്തെ മിസ് പറഞ്ഞല്ലേ, റിവ്യൂ. സ്റ്റോറി വായിക്കുന്നു, അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നു. അത് വായിച്ച് അത് മനസ്സിലാക്കി അവലോകനം ചെയ്തതിന് ശേഷം യു ആർ റൈറ്റിംഗ് സംതിങ്. ദാറ്റ് ഈസ് എ റിവ്യൂ. ആൻഡ് ദെൻ next probable question is, imagine that the boy in the story half a day had a conversation with his teacher. So here what you have to write a conversation. So നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു? റിവ്യൂ ചോദിക്കാം ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ചോദിക്കാം അല്ലേ? the boy shared his anxiety and confusion. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഡേ ആണല്ലേ? And the teacher reassured him and guided him on how to adapt to the new surroundings and experiences. Now draft a likely conversation between the boy and the teacher. ഇതാണ് വേറൊരു പോസിബിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, what are the boys' initial feelings and about going to school and how do they change over time? ഇത് വളരെ സിമ്പിളായിട്ട് ചെറിയ മാർക്ക്, ഒരു 3 marks ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഹാഫ് എ ഡേ? എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റോറി? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, ആൻഡ് നൗ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് ഡെപ്ത്? അതായത് കടം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി അല്ലേ? സോ ഗ്രാറ്റിറ്റ്യൂഡ് കാരണം, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, കുറേ ആൾക്കാർ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം യു ആർ ഇൻഡെറ്റഡ് ടു ദെം. അതാണ് ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലെഗ്രോഫ്. സോ സെൽമേൻ്റെ കഥയാണിത്. വാട്ട് ഈസ് സെൽമ? ഹൂ ഇസ് സെൽമ? ബൈ ദ വേ, സെൽമ ഇസ് എ സ്വീഡിഷ് റൈറ്റർ ആൻഡ് ഓൾസോ ഷീ ഈസ് ദ ഫസ്റ്റ് വുമൻ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അപ്പം നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിന് എന്താണ്? First time she got Nobel Prize. She is the first woman to grab the Nobel Prize in literature. Adana Selma Lagerlöf. So she is very important. Whenever you get a question or to analytical question, this can be an important point which you can add on. Okay. And what are the main points? Train journey. Train lana journey nadakkunnu. Where she is going? The story centers on Selma Lagerlöf train's journey to Stockholm. So സ്റ്റോക്ക്ഹോൾമിലേക്കാണ് പോകുന്നത്, where she is set to receive the Nobel Prize in literature. So Nobel Prize കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടി she is going to Stockholm. And she travels. Selma feels calm and reflexive. She is calm and composed. At the same time, she is reflective. That is, she is thinking about herself. എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? Thinking back on her previous trip to Stockholm. So this is not the first time that she is going. കുറേ പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ട്. അപ്പം പോയതിനെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്താ സംഭവിക്കുന്നത്? പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് മെമ്മറി ഓഫ് ചാലഞ്ചസ്. ഷീ റീകോൾസ് ദാറ്റ് ഏർലിയർ ട്രിപ്സ് വെയർ ഓഫൺ
സ്ട്രെസ്ഫുൾ. ഇപ്പോൾ ഇതിന് മുമ്പ് പോയതൊക്കെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്? Particularly when she had to take exams or face other significant challenges in her life. So ഇതിന് മുമ്പ് പോയതൊക്കെ എന്തിനാണ്? എക്സാംസ് എഴുതാൻ, അല്ലെങ്കിൽ ടു ഫേസ് എനി പർട്ടിക്കുലർ ചാലഞ്ചസ് ഇൻ ലൈഫ്. സോ അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. നൗ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. വൈ? ഷീ ഈസ് ഗോയിങ് ടു റിസീവ് ദ യെസ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അതിനാണ് പോകുന്നത്. ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മിസ് പറയാം കേട്ടോ, അവസാനത്തേക്ക് പറയും. ഇത് സമ്മറി പറഞ്ഞു കഴിഞ്ഞിട്ട് വിൽ ഡു എ ക്യാരക്ടർ സ്കെച്ച് ഓൾസോ. And then now Selma Lagroff is having mixed emotions അല്ലേ? മിക്സ്ഡ് ഇമോഷൻസ് ആണ്. കാരണം എന്താണ്? ഷീ ഈസ് ഗോയിങ് ടു റിസീവ് ദ അവാർഡ്. അപ്പോൾ സന്തോഷം ഉണ്ടാവും. ആൻഡ് ഓൾസോ നമുക്ക് കുറേ സന്തോഷം വന്ന് എന്ത് വരും? സങ്കടം വരും. ആൻഡ് ഓൾസോ ഷീ മെൻഷൻസ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. കുറേ ആൾക്കാരോട് നന്ദിയും കടപ്പാടും ഉണ്ടല്ലേ? കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കും ഷീ വുഡ് റീച്ച്ഡ് ദാറ്റ് പൊസിഷൻ. അപ്പം അതിനുള്ള ഒരു സന്തോഷവും സങ്കടവും ആങ്സൈറ്റിയും എല്ലാം കൂടെ ആയിട്ട് ഷീ ഈസ് ഹാവിങ് മിക്സ്ഡ് ഇമോഷൻസ്. ആങ്സൈറ്റി ആൻഡ് ഹാപ്പിനെസ്, റെക്കഗ്നൈസിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മൂമെൻറ്റ്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. സോ ഷീ ഈസ് വെരി ആങ്ഷ്യസ്, ഹാപ്പി, ടെൻസ്ഡ്. അപ്പോൾ കുറേ മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ഉണ്ട് ആർക്ക്? സെൽമ ലഗ്രോഫിന്. Significance of the award. What is the significance? Nobel Prize represents the culmination of her life's work. ഇത്രയും കാലം ഉണ്ടാക്കിയ വർക്കിനൊക്കെ ഉള്ള ഒരു അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ ഹാർഡ് വർക്കിൻ്റെ ഒരു ഈൽഡാണ് അല്ലേ എന്താ ഈ അവാർഡ്. ആൻഡ് ദ റെക്കഗ്നീഷൻ ഓഫ് എ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇത്ര കാലം എഴുതിയ ലിറ്റററി കോൺട്രിബ്യൂഷൻസിനുള്ള ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ ആയിട്ടാണ് എന്ത് കാണുന്നത്? ദിസ് അവാർഡ്. And the journey gives her time to reflect on those who supported her throughout her life. അപ്പോൾ ലൈഫ് ജേർണിയിൽ ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവരെയൊക്കെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാനുള്ളൊരു അവസരം കൂടിയാണ് എന്ത്? സെൽമ ലഗ്രോഫിന്. And considering the debts of gratitude she owes to those who helped her, father, mother, it can be friends, siblings, and also the people who helped her. Vagabonds, and then the old man and the women who told stories and also sang songs for her. അപ്പോൾ അവരോടൊക്കെ എന്താണ്? കടപ്പാടുണ്ട്. And the story likely concludes with her arrival in Stockholm, where she feels a mixture of gratitude, pride and humility as she prepares to receive the Nobel Prize. അപ്പം നേരത്തെ പറഞ്ഞ പോലെ മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, പ്രൈഡ്, ഹ്യൂമിലിറ്റി എല്ലാം ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ സ്റ്റോറി. മെയിൻ പോയിന്റ്സ് ഒക്കെ മിസ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. After receiving the Nobel Prize, the narrator decided to write a letter to her friend describing the emotions and thoughts she experienced upon receiving the prize and her reflections on owing debts of gratitude. Draft a likely letter. So, ഇതൊന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ളൊരു ചോദ്യം എന്താണ്? ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ. And second possible question could be, your school has decided to honor Selma Lagroff of her achievement. Draft a notice. So notice can also be a possible question from this chapter. Informing and inviting the public to the celebratory event of honoring the Nobel Prize winner. Include details such as date, time, venue. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ വിത്ത് ദ ഡേറ്റ ഗിവൺ യു ഹാവ് ടു ഡ്രാഫ്റ്റ് എ നോട്ടീസ്. വെന്യൂ കൊടുക്കണം ആൻഡ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വിന്നേഴ്സ് അച്ചീവ്മെൻറ്റ്. സോ വിന്നറിൻ്റെ അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും കൂടെ എന്തിൽ കൊടുക്കണം? നിങ്ങൾ ഈ നോട്ടീസിൽ കൊടുക്കണം. ആൻഡ് ദെൻ വൈ ഡു യു തിങ്ക് സെൽമ ഫീൽസ് ബോത്ത് ആങ്ഷ്യസ് ആൻഡ് ഹാപ്പി അബൌട്ട് റിസീവിങ് ദ Nobel Prize? This is a descriptive type of question. Okay, ini next chapter, Nothing Twice, which is a poetry written by Wislawa Szymborska. Szymborska ഒരു എന്താണ് പോളിഷ് റൈറ്ററാണ്. ഷീ ഈസ് ഫ്രം പോളണ്ട്. ഫേമസ് ഫോർ ഇറ്റ്സ് ഇൻ്റലക്ച്വൽ ഡെപ്സ്, വിറ്റ് ആൻഡ് പ്രിസിഷൻ. അപ്പം എന്താ പറയുക, അവരുടെ റൈറ്റിങ്സിലൊക്കെ നമുക്കൊരു ഇൻഡെപ്ത് ആയിട്ട്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മീനിങ്ങിനെക്കാട്ടും ഇൻഡെപ്ത് മീനിങ് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ആരെഴുതുന്നത്? സിബ്രോസ്ക. ഓക്കെ. ആൻഡ് ലൈഫ്സ് എക്സ്പീരിയൻസസ് ആൻഡ് മൊമെൻറ്റ്സ് കനോട്ട് ബി റിപ്പീറ്റഡ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേരെന്നെ? എന്താണ് പോയിട്രീൻ്റെ പേരെന്താണ്? നത്തിങ് ട്വൈസ്. അതായത് ഒന്നും രണ്ടാമത് ഉണ്ടാകുന്നില്ല അല്ലേ? നത്തിങ് ക്യാൻ ഹാപ്പൻ ട്വൈസ്. ആൻഡ്
എന്താ പറയുന്നത്, ഡേയ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ആർ ട്രാൻസിയൻറ്റ്. അത് ട്രാൻസിയൻറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ചേഞ്ച് അല്ലേ, മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫ്ലീറ്റിംഗ്, ഇറ്റ് ഈസ് നോട്ട് സ്റ്റാഗ്നൻറ്റ്, സ്റ്റേഷനറി ആയിട്ടല്ല, അത് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് വി കനോട്ട് റീലിവ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഇറ്റ്. ഈ സമയം ഇപ്പം മാത്രമാണല്ലേ, ഇതൊരു ലൈവ് സെഷനാണ്. ഈ ലൈവ് സെഷനിൽ നിങ്ങൾ എന്നോട് സംശയം ചോദിക്കുമ്പോൾ ഈ മൊമെൻറ്റിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. ഈ ലൈവ് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ എനിക്ക് സ്പോട്ടിൽ ആൻസർ തരാൻ പറ്റില്ല അല്ലേ. സോ ദിസ് മൊമെൻറ്റ് ഹാപ്പൻസ് ഓൺലി നൗ, ഇറ്റ് കനോട്ട് ബി റീലിവ്ഡ് ഓർ ഡ്യൂപ്ലിക്കേറ്റ്. വി കനോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ദ സിറ്റുവേഷൻസ്. അപ്പം ഇന്ന് കടന്നു ഈ നിമിഷമാണ്, പിന്നെ അതൊരിക്കലും ഉണ്ടാവാൻ പോണില്ല. ഓക്കെ. ആൻഡ് പീപ്പിൾ ഓഫൺ ഫിയർ ആൻഡ് ലാമെന്റ് ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം, but this is inherent to its nature. We all know that time and tide waits for none, അല്ലേ. അത് പോയിക്കൊണ്ടേയിരിക്കും, ഇറ്റ് കീപ്സ് ഓൺ മൂവിങ്. സോ എന്താണ്, സമയം പോവും, അത് നമുക്കറിയാം. ഈവൻ ദെൻ വി ഓൾവേസ് ലാമെന്റ് ഓർ വി ഓൾവേസ് കംപ്ലെയിൻ അബൌട്ട് വാട്ട്, അയ്യോ സമയം പോയി എന്ന് പറയും അല്ലേ. അതേപോലെ ആണ് ഇവിടെയും പറയുന്നത്. Despite their impermanence, moments should be appreciated and they are distinct and valuable in their own right. അതായത് ഈ നിമിഷത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അല്ലേ. ദിസ് മൊമെൻറ്റ് ഓൾസോ ഹാസ് സം ഇമ്പോർട്ടൻസ്. നാളെ ആവട്ടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ, അങ്ങനെയല്ല. ദിസ് മൊമെൻറ്റ് ഓൾസോ ഹാസ് സം ഇമ്പോർട്ടൻസ്. ഈ മൊമെൻറ്റ് പിന്നെ ഒരിക്കലും കിട്ടില്ല അല്ലേ. ദിസ് ഡേ ഇസ് ദിസ് ഡേ ആൻഡ് നെക്സ്റ്റ് ഡേ ഇസ് യെറ്റ് അനദർ ഡേ, നോട്ട് ദിസ് ഡേ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അല്ലേ. And comparison and contrast. Szymborska uses the analogy. എന്ത് എനർജിയാണ് ഉപയോഗിക്കുന്നത്? ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഡ്രോപ്സ് ഓഫ് വാട്ടറിനെയാണ് നമ്മളിവിടെ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹൗ ഹൈലൈറ്റ്സ് ദാറ്റ് ഓൾ ദോ മൂമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്, ദേ ഷെയർ എ കോമൺ നേച്ചർ ആൻഡ് എസെൻസ്. അതായത് വെള്ളത്തുള്ളിനോടാണ് ഉപമിക്കുന്നത്. ഹൗ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ ഡിഫറെൻറ്റ് അല്ലേ, ബട്ട് ദെൻ ദേ ഹാവ് സെയിം എസെൻസ്. അതായത് അതിൻ്റെ മോളിക്യുലർ കോമ്പസിഷനൊക്കെ സെയിം ആണ്, പക്ഷേ ഓരോ ഡ്രോപ്ലെറ്റ്സും വേറെ വേറെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്ന എല്ലാ ഡ്രോപ്ലെറ്റ്സും. അപ്പം അതാണ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ. ആൻഡ് പോയിട്രി പഠിക്കുമ്പോൾ എന്ത് വേണം? പോയിറ്റിക് ഡിവൈസസ് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? യു ക്യാൻ റൈറ്റ് എ ഗുഡ് അപ്രിസിയേഷൻ. അപ്പം പോയിറ്റിക് ഡിവൈസൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പം മിസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാത്തതുണ്ടെങ്കിലോ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ പഠിച്ചതാണെങ്കിൽ യു ക്യാൻ റിവൈസ്. റിവൈസ് എന്താണ്? പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർത്ത് നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റിവിഷൻ. റീവൈസ് അല്ലേ. സോ ദിസ് ഇസ് എ റിവിഷൻ. മെറ്റഫർ. വാട്ട് ഇസ് എ മെറ്റഫർ? ദ പോയം യൂസസ് മെറ്റഫേഴ്സ് ടു കമ്പയർ abstract concepts to tangible images. എബ്സ്ട്രാക്റ്റ് എന്താ? നമുക്ക് തൊടാൻ പറ്റാത്ത സാധനങ്ങൾ. ലവ്, സാക്രിഫൈസ്, ഇതൊക്കെ എബ്സ്ട്രാക്റ്റ് വേർഡ്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് തൊട്ടറിയാൻ പറ്റില്ല. അതാണ് എബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന സാധനം. ആൻഡ് കോൺസെപ്റ്റ്സ് ടു ടാഞ്ചിബിൾ ഇമേജസ്. എന്താ ടാഞ്ചിബിൾ ഇമേജസ്? ടാഞ്ചിബിൾ ഇമേജസ് എന്ന് പറഞ്ഞാൽ തൊട്ടറിയാൻ പറ്റുന്ന സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഹിയർസ് എൻ എക്സാമ്പിൾ ഗിവൺ. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെർ ഫ്ലങ് ഇൻ ടു ദ റൂം ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. അതായത് റോസുമായിട്ടാണ് കമ്പാരിസൺ നടക്കുന്നത്. ഹിയർ ദ മെൻഷൻ ഓഫ് എ റോസ് സിംബലൈസസ് ദ ഫ്ലീറ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ നേച്ചർ ഓഫ് എ മൊമെൻറ്റ്. അതായത് ടൈമൊന്നും നമുക്ക് തൊട്ടറിയാൻ പറ്റില്ല അല്ലേ. അപ്പം റോസ് ഒരു റൂമിലേക്ക് വന്നതിൻ്റെ മണം നമ്മൾ ഫീൽ ചെയ്യില്ലേ. സോ ദാറ്റ്സ് എൻ എബ്സ്ട്രാക്റ്റ് അല്ലേ. സോ ഇറ്റ് ഈസ് കമ്പയർഡ് ആൻഡ് ദാറ്റ് ഈസ് എ മെറ്റഫർ. റെപ്പിറ്റേഷൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. Repetition emphasizes the poem's theme and adds rhythmic quality. Repetition എപ്പോഴും നമ്മളെ പോയിട്രിക്ക് ഒരു എക്സ്ട്രാ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു എൻഹാൻസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വി യൂസ് repetitions. For example, a rose, what could that be? ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? Question mark, repetition, a rose, what could that be? Is it a flower or a rock? എന്താണ്? ഒരു ഫ്ലവർ ആണോ അല്ലെങ്കിൽ ഒരു പാറയാണോ? The repetition of a rose highlights the confusion and question of fleeting moments. അപ്പോൾ ഫ്ലീറ്റിംഗ് മൊമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് നമുക്ക് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ഇമേജറി. വിവിഡ് ഇമേജറി ഹെൽപ്സ് ഇവോക്ക് സെൻസറി എക്സ്പീരിയൻസസ് ആൻഡ് ഇമോഷൻസ്. അതായത്
ഇമേജറി ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ. ഇറ്റ് ക്യാൻ ബി ടച്ച്, അല്ലെങ്കിൽ വിഷൻ, ഓഡിറ്ററി ആവാം, സെൻസറി ആവാം, അല്ലെങ്കിൽ ത്രൂ ടേസ്റ്റ് ആവാം. ഇമേജസ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുന്നത്, വിത്ത് പ്രിസൈസ്ലി ദ സെയിം kisses ദിസ് ലൈൻ ക്രിയേറ്റ്സ് എ വിഷ്വൽ ആൻഡ് ടാക്ടൈൽ ഇമേജ്. അതായത് കിസ്സസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ. സോ വിഷ്വൽ ഇമേജറി, അല്ലെങ്കിൽ കാണാൻ പറ്റും, ദാറ്റ് ഈസ് എ വിഷ്വൽ ഇമേജറി. ആൻഡ് ഓൾസോ കിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫീൽ ചെയ്യാനും പറ്റില്ലേ. സോ അത് ഒരു ടാക്ടൈൽ ഇമേജും കൂടിയാണ്. അപ്പം സെൻസറി ഇമേജസിൽ എന്തൊക്കെയാണ്, വിഷ്വലുമാണ് ടച്ചുമുണ്ട്. ദാറ്റ് ഈസ് വിഷ്വൽ ആൻഡ് ഓൾസോ ടാക്ടൈൽ. ടച്ചിനെ നമ്മൾ ടാക്ടൈൽ എന്നാണ് പറയുക കേട്ടോ. ആൻഡ് അലിറ്ററേഷനും മെസോണൻസും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഫ്രം ദ വെരി ബിഗിനിങ്, കഴിഞ്ഞ കൊല്ലം തൊട്ടേ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലേ. അലിറ്ററേഷൻ എന്താണ്? അലിറ്ററേഷൻ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്, പ, ബ, ട്, ഡ അങ്ങനത്തെ കോൺസണന്റ് സൗണ്ട്സുകളുടെ റെപ്പിറ്റേഷൻ വന്നാൽ നമ്മൾ എന്ത് പറയും, അലിറ്ററേഷൻ. ഇനിയിപ്പോൾ അത് വവൽ സൗണ്ട്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് അസണൻസ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ പോയിട്രിയിലുള്ളത് അലിറ്ററേഷൻ ആണ്. റെപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ക്രിയേറ്റ്സ് മ്യൂസിക്കലി ഇൻ ദ പോയം. അപ്പം പോയത്തിലൊരു മ്യൂസിക്കാലിറ്റി കൊണ്ടുവരാനാണ്, റിതം കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അലിറ്ററേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്മൈൽസ് ആൻഡ് കിസ്സസ്, ആ സ് സൗണ്ടിനാണ് എന്തുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോമിനൻസ് വരുന്നത്. ഓക്കെ, ദ റെപ്പിറ്റേഷൻ ഓഫ് ദ സ സൗണ്ട് എൻഹാൻസസ് ദ ഫ്ലോ ഓഫ് ദ പോം. ആൻഡ് നൗ ഐറണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് എൻ ഐറണി. There is a sense of irony in the poem's contemplation of time with experience. For example, why do you treat the fleeting day with so much needless fear and sorrow? The irony lies in the human tendency of fear and regret the transitory nature of life. അതായത് നമുക്കറിയാം സമയം കടന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം മരിക്കണമെന്ന്. എന്നാലും നമുക്ക് എന്താണ്, മരണത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയാണല്ലേ. ആർക്കെങ്കിലും മരിക്കാൻ ഇഷ്ടമുണ്ടാവോ? ഇല്ല. ബട്ട് വി ഓൾ നോ ദാറ്റ് മെൻ ആർ മോർട്ടൽ അല്ലേ. എന്തെങ്കിലും ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. ഇറ്റ് ക്യാൻ ബി ദിസ് മൊമെൻറ്റ് ഓർ സം ഡേ ഓർ ഇയേഴ്സ് ലേറ്റർ എന്നും ആവാം. പക്ഷേ ദാറ്റ് ഈസ് ഷുവർ, എന്തായാലും മരിക്കും അല്ലേ. ഈവൻ ദെൻ വി ഫിയർ ഓഫ് ഡെത്ത്. അതുപോലെ ദാറ്റ് ഈസ് ഐറണി. നൗ പെർസോണിഫിക്കേഷൻ. വാട്ട് ഈസ് പെർസോണിഫിക്കേഷൻ? ആ ടേമിൽ തന്നെ ഉണ്ട് പെർസോണിഫിക്കേഷൻ. ദാറ്റ് ഈസ് ഗിവിങ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ടു എൻ ഇൻആനിമേറ്റ് തിങ്, അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അബ്സ്ട്രാക്റ്റ് എന്ന് പറയാം കേട്ടോ. സോറി, പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ഓർ ഓബ്ജെക്ട്സ് ടു മേക്ക് ദം മോർ റിലേറ്റബിൾ. ഇനി ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഹിയർ ടുഡേ ആൻഡ് ടുമോറോ ആർ പെർസോണിഫൈഡ്. അതായത് ഗോൺ, ഒരു വർക്ക് നടക്കുക, ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ലേ, പോകുക. ദിവസത്തിന് എണീറ്റ് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ദിവസം കടന്നു പോകുക എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടുന്ന് നടന്നു പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. പക്ഷേ ഒരു ഡേക്ക് നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്യാൻ എ മൊബൈൽ ഫോൺ വർക്ക്? ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു പെൻസിലൊന്നും നടക്കാൻ പറ്റില്ല അല്ലേ. മൈ പെൻ വെൻറ്റ് അവേ അങ്ങനെ പറയുമോ? ഇല്ല. സോ ഇവിടെ എന്താണ്, ടുഡേ ആൻഡ് ടുമോറോ ഇസ് ഗോൺ. ഗോൺ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് അതിനെ നമ്മൾ പെർസോണിഫൈ ചെയ്യാണ്. ഓക്കെ, ആൻഡ് പെർസോണിഫൈഡ് ആസ് ഹാവിങ് ദ എബിലിറ്റി ടു ഗോ ആൻഡ് സ്റ്റേ, എംഫസൈസിങ് ദ ഇംപെർമനൻറ്റ് നേച്ചർ. അതായത് എന്തിനാണ് പെർസോണിഫൈ ചെയ്യുന്നത്? ഒരു ദിവസവും സ്റ്റാഗ്നൻ്റ് അല്ല, എല്ലാ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. ഇംപെർമനൻസ് കാണിക്കാനാണ് പെർസോണിഫിക്കേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ യൂണിറ്റ് 2. Dreams Realized, written by Mahadev Desai. So, in the picture itself, we are seeing Gandhiji. Who is Mahadev Desai? By the way, Mahadev Desai is a freedom fighter or a freedom activist. കുറച്ചും കൂടെ നല്ല ടേം യൂസ് ചെയ്യുന്നത് ഫ്രീഡം ആക്ടിവിസ്റ്റ് എന്നായിരിക്കും കേട്ടോ. സ്കോളറുമാണ്. ഹി ഈസ് ഓൾസോ എ റൈറ്റർ ആൻഡ് ഹി വാസ് ദ പേഴ്സണൽ സെക്രട്ടറി ഓഫ് ഗാന്ധിജി. So that is why he has a close acquaintance with Mahatma Gandhi. അതുകൊണ്ടാണ് നമുക്ക് മഹാദേവ് ദേശായിൻ്റെ കഥ പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, വിഷൻ ആൻഡ് ആസ്പിറേഷൻ. ദ സൊസൈറ്റി ബ്രിങ്സ് വിത്ത് ദ premise that having a clear vision and strong aspirations are essential for achieving one's goal. അതായത് എന്താ പറയുന്നത്,
ഹാവിങ് എ ക്ലിയർ വിഷൻ, എന്താ വേണ്ടതെന്ന് നമുക്ക് ഫസ്റ്റ് വി ഷുഡ് ഹാവ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് വി വോണ്ട്, അതിനെ പറ്റി ഒരു ധാരണ വേണം. ആൻഡ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ് സ്ട്രോങ് ആസ്പിറേഷൻ, ദാറ്റ് ഇസ് സ്ട്രോങ് ഡിസയർ ടു വോണ്ട് സംതിങ്, അത് നേടിയെടുക്കാനും നമുക്ക് അതിതീവ്രമായ ആഗ്രഹം വേണം അല്ലേ. സോ ഫ്രീഡം, തിങ്ക് അബൌട്ട് ദ ഐഡിയോളജി ഓഫ് ഫ്രീഡം. ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളത് കിട്ടണം എന്ന് ഗാന്ധിജീൻ്റെ ഒരു വിഷൻ ആയിരുന്നു അല്ലേ. ആൻഡ് വിഷൻ വെച്ച് ഹീ ഡിഡ് നോട്ട് സിറ്റ് സംവെയർ, ഹീ വർക്ക് ഫോർ ദാറ്റ്. അത് കിട്ടാൻ വേണ്ടി ഹീ അച്ചീവ്ഡ് ദാറ്റ് വിത്ത് ഹാർഡ് വർക്ക് അല്ലേ. വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്നുകൊണ്ട് കാര്യമില്ല. വി ഷുഡ് വർക്ക് ഫോർ ദാറ്റ് അല്ലേ. ഹാവിങ് എ ക്ലിയർ വിഷൻ ആൻഡ് സ്ട്രോങ് ആസ്പിറേഷൻ, അച്ചീവിങ് ഗോൾസിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ദേശായി എംഫസൈസസ് ദാറ്റ് ഡ്രീംസ് പ്രൊവൈഡ് ഡിറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ഇതിനെപ്പറ്റി അബ്ദുൽ കലാമും പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡിഡ് ഹി സേ? ഡ്രീം ഡ്രീം ഡ്രീം, നല്ല ഡ്രീംസ് വേണം അല്ലേ. ഡ്രീംസ് ബിക്കംസ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് ഇൻ ടു ആക്ഷൻ. ഇപ്പോൾ ഡ്രീം കാരണം വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. അതേപോലെയാണ് മഹാദേവ് ദേശായും ഇവിടെ പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ടോക്സ് അബൌട്ട് ഇഫേർട്ട് ആൻഡ് പെർസീവറൻസ്. വാട്ട് ഈസ് പെർസീവറൻസ്? ഒരു കാര്യം നമുക്ക് വേണം, അത് വേണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല, വി ആർ കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ഫോർ ദാറ്റ്. അത് നിരന്തരമായി ചെയ്യണം. ദാറ്റ് ഈസ് പെർസീവറൻസ്. ഒരു 2 ദിവസം 3 ദിവസം അല്ല, വർഷങ്ങളോളം കാലങ്ങളോളം ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുക, പെർസീവറൻസ്, ക്ഷമയോടെ ചെയ്യുക. ദേശായി സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെർസിസ്റ്റൻറ്റ് ഇഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക്. ഡ്രീംസ് ആർ നോട്ട് ഫുൾഫിൽഡ് ത്രൂ മിയർ വിഷ്ഫുൾ തിങ്കിങ് ബട്ട് ത്രൂ ഡെഡിക്കേറ്റഡ് ആക്ഷൻ ആൻഡ് പെർസിവറൻസ്. ആഗ്രഹം മാത്രം പോരാ, വിഷ്ഫുൾ എഫേർട്ടും കൂടെ അതിലേക്ക് ഇടണം. ആൻഡ് ഓൾസോ challenges and opportunities. The narrative acknowledges that obstacles or difficulties are ഇന്നെവിറ്റബിൾ. അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒബ്സ്റ്റക്കിൾസും ഡിഫിക്കൽട്ടീസും വരും. ഈ ഹേർഡിൽസ് ഒക്കെ നമ്മൾ പാസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അച്ചീവ്മെൻറ്റ് ഉണ്ടാകുന്നത്. റാദർ ദൻ സീയിങ് ദം ആസ് സെറ്റ് ബാക്സ്. അയ്യോ എനിക്ക് പറ്റൂല, അവിടെ കല്ലുണ്ട്, നടക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, കല്ല് ചാടി കടന്നിട്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അല്ലേ. അല്ലാതെ അയ്യോ കല്ലുണ്ട് എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എക്സാം ആണ്, എനിക്ക് പേടിയാണ് എന്നുകൊണ്ട് എക്സാം എഴുതാതിരുന്ന കാര്യമുണ്ടോ? ഇല്ല. ആ എക്സാം എങ്ങനെ പാസ്സാവണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. സോ സെറ്റ് ബാക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, മോട്ടിവേഷൻസ് ആയിരിക്കണം അല്ലേ. ദേശായി എൻകറേജസ് വ്യൂയിങ് ദീസ് ചാലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. സോ ദേശായി എന്താ പറയുന്നത്, ദീസ് സെറ്റ് ബാക്സ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ milestones or the setting stones for opportunities for growth as well as learning. Clear? Okay. ഇനി കുറച്ചും കൂടെ പോയിന്റ്സ് ഈ ചാപ്റ്ററിലുണ്ട്. ഇത് ഇൻ-ഡെപ്ത് ചാപ്റ്ററാണ് ബിക്കോസ് മഹാദേവ് ദേശായി വാസ് ക്ലോസ് അക്വൈൻറ്റൻസ് വിത്ത് ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജി പോയ സ്ഥലങ്ങളും അവിടെ ഉണ്ടായ കാര്യങ്ങളും ഒക്കെ കൂടെ പറയുന്ന ഒരു ചാപ്റ്ററാണിത്. True realization of dreams involves aligning one's action with their core values and principles. Desai suggests that success is not just about achieving eternal goals but also about maintaining integrity and adherence one's ethical belief. എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കല്ല, നമ്മുടെ എത്തിക്കൽ ബിലീഫിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എത്തിക്സ് വിട്ട് കളിക്കാൻ പാടില്ല. ഓക്കെ. Reflecting Desai's association with Mahatma Gandhi, the story incorporates Gandhian ideals of truth, non-violence and social justice. So non-violence, social justice, പിന്നെ ഗാന്ധിജീൻ്റെ കുറച്ച് ഐഡിയൽ ട്രൂത്ത്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ ഉടനീളം പോയിക്കൊണ്ടിരിക്കുന്നത്. These principles guide the process of realizing one's dreams and achieving meaningful success. അപ്പോൾ ഡ്രീംസ് എന്തൊക്കെയാ നോക്കി അതെങ്ങനെ സക്സസ് ആക്കാൻ പറ്റുന്ന രീതികൾ നോക്കുന്നതിനെ പറ്റിയിട്ടാണ് ആര് പറയുന്നത്, മഹാദേവ് ദേശായി. ആൻഡ് ഓൾസോ പേഴ്സണൽ ഗ്രോത്ത്, എങ്ങനെയാണ് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത്. The narrative concludes that the journey towards fulfilling one's dream contributes significantly to personal growth and self-discovery. ഇപ്പം പേഴ്സണൽ ഗ്രോത്തിനെ പറ്റിയിട്ടും സെൽഫ് ഡിസ്കവറിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. The process itself shapes and refines an individual's character and values. ഇപ്പം ക്യാരക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു ആര്, ഗാന്ധിജി. സോ ക്യാരക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇതിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട്, ഗാന്ധി അറ്റൻഡഡ് എ മീറ്റിംഗ് ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ഹീ ഈസ് ഗോയിങ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഹീ ഈസ് വിസിറ്റിംഗ് സം കോളേജസ് അല്ലേ. ദ ന്യൂസ് ഓഫ് ദ മീറ്റിംഗ് ബിക്കെയിം ദ ടോപ്പ് ഹെഡ്ലൈൻ ഓഫ് ദ നെക്സ്റ്റ് പേപ്പർ. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട്. സോ
you have to report this news. അതായത് ഗാന്ധിജി ആ കോളേജിൽ പോയതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് റൈറ്റപ്പ്. ഓക്കെ, അതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമതായിട്ട്, വാട്ട് ഡസ് ദേശായ് സേ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഫേർട്ട് ആൻഡ് പെർസിവറൻസ് ഇൻ റിയലൈസിങ് ഡ്രീംസ്? ഇത് മിസ് കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അച്ചീവിങ് or realizing dreams through perseverance? That is about the chapter. Now നമ്മൾ അടുത്ത ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോവാണ്. ടോയ്ലറ്റ് ബൈ ഗിചിന മഹ്ലോപെ. ഓക്കെ, ആൻഡ് മെയിൻ പോയിന്റ്സ് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് കഥയിൽ പറയുന്നത്? മൊഹോളോ, ദ മെയിൻ ക്യാരക്ടർ, ലിവ് സീക്രറ്റ്ലി ഇൻ ദ ഹൗസ് ദാറ്റ് ഹെർ സിസ്റ്റർ വർക്ക്സ് അറ്റ്. അപ്പോൾ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന വീട്ടിലാണ്. ഷീ സീക്രറ്റ്ലി ലിവ്സ് ദെയർ. She would go to the public toilet in the park every morning before she would catch the bus to go to work in a clothing factory. Okay, clothing factory ജോലിക്ക് പോവാണ് മൊഹോളോ. And then she used to leave the house and use the public toilet in a park. എന്താണ്? She used to leave the place before the madam sees her. അല്ലേ? സിസ്റ്റർ കൂടെ സീക്രട്ട് ആയിട്ട് ജീവിക്കല്ലേ. അപ്പം ആരും കാണുന്നതിന് മുന്നേ പോകണം, ആരും അറിയുന്നതിന് മുന്നേ തിരിച്ചും കയറണം. ഓക്കെ, and then since she had to wait 2 hours for the bus, 2 hours ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് she used to use the toilet. The toilet in the park was never locked. അതൊരിക്കലും പൂട്ടാറില്ല. മൊഹോളോ would go into the toilet to think and daydream. അവിടെ ഇരുന്ന് കുറച്ച് നേരം ആലോചിക്കും, സ്വപ്നങ്ങളൊക്കെ ചെയ്യും. Especially about being an actress. She always wanted to become an actress. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കാരണം, പ്രഷർ കാരണം she couldn't, അല്ലേ? And she also used to read magazines. She brought a notebook in which to write poems and other thoughts that came into her head. അപ്പം she also എന്ത് ചെയ്തു? ഒരു ബുക്കും കൂടെ വാങ്ങിച്ചു വെച്ചു. She used to write. അപ്പം അവിടെ ഇരുന്ന് കുറേ സമയം ഉണ്ടല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ എഴുതാലോ, അങ്ങനെ വേണ്ടി ഒരു ബുക്കും വാങ്ങിച്ചു. One day she comes back home to the madam's house before her sister returns. അപ്പോൾ സിസ്റ്റർ വരുന്നതിന് മുമ്പ് അവൾ എത്തി. And what happens? She is discovered by the madam. എങ്ങനെ? Two dogs came to her and was growling. And madam comes to save her. അങ്ങനെയാണ് മാഡം കാണുന്നത്. And what happens was she is discovered by the madam, who allows the dogs to growl at her for some time and hints to Miholo that she should leave. അങ്ങനെ നായ്ക്കൾ വന്നു. അപ്പം എന്ത് സംഭവിച്ചു? 2 നായ്ക്കൾ വന്നു കടിക്കാൻ വേണ്ടി എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട്. അപ്പം മാഡം കാണുന്നു. and then പറയാണെന്ത്? പൊക്കോളാൻ പറയാം. When her sister hears that, അതായത് സിസ്റ്റർ വരുന്നതിന് മുന്നേ വന്നപ്പോൾ സിസ്റ്റർക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ദേഷ്യപ്പെടും, അല്ലേ? When her sister hears that she was seen by the madam. മാഡം എന്നെ കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മൊഹോളോ gets scolded. ചേച്ചി അനിയത്തിനെ ചീത്ത പറഞ്ഞു. നിന്നോട് ആരാ നേരത്തെ വരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, മൊഹോളോ continues to find safely and peace in the toilet for many days to come. അപ്പം ആകെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ടോയ്ലറ്റ് മാത്രമാണ്. Her notebook became her best friend and confide in her and trusted. Like Anne Frank. Anne Frankൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? ഡയറി. അതുപോലെ തന്നെ മൊഹോളോൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട് ഈ നോട്ട്ബുക്ക് ആയിട്ട് മാറി. To whom she shares all her thoughts. And what happens? One day when she goes to the toilet, what happens? It is locked. It is on that day that Miholo realizes that the toilet does not belong to her. ഈ ടോയ്ലറ്റ് എൻ്റെ അല്ല, this is somebody else's. അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. Okay. It is on this day that Miholo realizes that the toilet does not belong to her. She decides to go sit on a nearby bench and write a story anyway. അപ്പം ഇനി ടോയ്ലറ്റ് ഇല്ല, അല്ലേ? It is locked. So she goes and sits nearby. ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെ പോയിരിക്കുന്നു. And then she starts to write again. Okay. ഇതിലുള്ള important questions. We celebrate August 12th as the International Youth Day. On the day, you are asked to deliver a speech on the topic, the power of perseverance and personal initiative. Prepare a script for the speech. ഇപ്പോൾ സ്പീച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. Keeping in mind the experiences of Mhlope. അപ്പം എന്ത് ചെയ്യണം? എക്സ്പീരിയൻസസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒരു ബോധം വേണം, അല്ലേ? എന്നിട്ട് നമുക്ക് സ്പീച്ച് എഴുതാൻ പറ്റൂ. സോ യു ക്യാൻ ഫൈൻഡ് a good example of a speech in Exam Point Guidebook, page number 74. Okay. Miholo had a narrow escape from the attack of the dogs while she was waiting in front of the room for her sister. അല്ലേ? നേരത്തെ പറഞ്ഞല്ലേ? മിസ് നേരത്തെ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ?
She was terrified to see the dogs and her mouth went dry as paper. പേടിക്കല്ലേ, പെട്ടെന്ന് നമ്മൾ നായ കടിക്കുമ്പോൾ നമുക്ക് പേടിയാവില്ലേ? So she was also afraid. Draft her likely diary entry on that day. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സ്പീച്ചും ഒരു ഡയറിയാണ്. അപ്പോൾ ഇതാണ് രണ്ട് പോസിബിൾ സാധനങ്ങൾ. ഇനി ഡയറീൻ്റെ ഒരു നല്ല എക്സാമ്പിൾ യു ക്യാൻ ഫൈൻഡ് ഫ്രം ആ എക്സാം പോയിന്റ് ഗൈഡ് ബുക്ക് ഓൺ പേജ് നമ്പർ 73 as well. Okay. Now we are moving on to the last lesson, success. This is also a poem. Kando, in this image itself, success we have to go up like a pyramid. Pyramid naduthattum namukku manasillavum, it is like steps. So in order to achieve something, you should reach heights. adinu ivada ninna pora, you should hard work for that, alle. appo endha success ennu poetry il parayunnathu is written by H.G. Longfellow. He is an American poet and also an educator. He was a prominent poet of his day. അപ്പം H.G. Longfellow ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ he was a prominent figure. Okay. And true success is in doing well. എന്താണ് പറയുന്നത്? True success എന്ന് പറഞ്ഞാൽ something that you are doing well. The poem emphasizes that success is rooted in doing whatever task you undertake with care and excellence. അതായത് കെയറും എക്സലൻസും വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാരണമാണ്. It is not necessarily about grandeur of the task, but about quality of effort you put into it. അതായത് എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. That is, you should put effort into that. Longfellow mentions that talent of success is simply the ability to perform your duties well. അതായത് സക്സസ്സിന് വേണ്ട എന്താണ്? You have to do your duties very well. This implies that success is more about consistent good work rather than innate talent or luck. ലക്കും ടാലൻറ്റും ഒന്നുമല്ല, how you treat it. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന ജോലി നന്നായിരിക്കണം. And also the poem advises against seeking fame or recognition. ഫെയിമും റെക്കഗ്നീഷനും വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ സക്സസ് ഇസ് നോട്ട് ദാറ്റ് ഫെയിം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് എൻകറേജസ് ഫോക്കസിങ് ഓൺ ദ പ്രോസസ് ഓഫ് ഡൂയിങ് തിങ്സ് വെൽ. എന്തൊരു കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും അത് നന്നായി ചെയ്യുക, ഔട്ട്പുട്ടിലാണ് ഇമ്പോർട്ടൻസ് വേണ്ടത്. വിച്ച് ഇസ് വെയർ ട്രൂ സാറ്റിസ്ഫാക്ഷൻ ലൈസ്. ചെറിയ കാര്യമാണെങ്കിലും നന്നായി ചെയ്യുമ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലേ? ഒരു ടേബിൾ നീറ്റായി തുടച്ചാലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ടേബിൾ എങ്ങനെയും തുടയ്ക്കാം, സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിട്ടും തുടയ്ക്കാം, അല്ല എല്ലാം നീറ്റാക്കി ഡിസോർഡർ ഉള്ളതൊക്കെ ഓർഡറാക്കി റീഅറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടും നമുക്ക് തുടയ്ക്കാം, അല്ലേ? സോ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സക്സസ് അക്കോർഡിംഗ് ടു ലോങ്ഫെല്ലോ ഷുഡ് ബി പെർസ്യൂഡ് വിത്ത് മോഡസ്റ്റി. മോഡസ്റ്റ് ആയിട്ട് വേണം നമുക്ക് സക്സസ് കിട്ടാൻ, അഹങ്കാരമൊന്നും പാടില്ല. ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് വെൽ ഇസ് ഇറ്റ്സ് ഓൺ റിവാർഡ്. അപ്പം നന്നായി ചെയ്യുന്നത് എന്തും അതിന് റിവാർഡാണ്. വേറെ പുറത്തുനിന്ന് ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വിത്തൗട്ട് ദ നീഡ് ഓഫ് എക്സ്റ്റേണൽ വാലിഡേഷൻ. പുറത്തുനിന്ന് ആൾ പറയണം നന്നായിട്ടുണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടിയാൽ തന്നെ ദാറ്റ് ഈസ് സക്സസ്. ഓക്കെ, നൗ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആയിട്ടുള്ള പ്രൊഫൈൽ റൈറ്റിംഗ്, കോൺവെർസേഷൻ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ ഇസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺസ് ലൈഫ് ആൻഡ് കരിയർ. ഇറ്റ് ഹൈലൈറ്റ്സ് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് മേജർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ പേഴ്സൺ ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ ആരെ പറ്റിയിട്ടാണോ പറയുന്നത്, അയാളെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗിവൺ ഡാറ്റ ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് ലിങ്ക്ഡ് ലോജിക്കലി. അപ്പം നിങ്ങൾക്ക് ഡാറ്റ തരും, അത് നിങ്ങൾ എങ്ങനെ ലോജിക്കലി സീക്വൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു പ്രൊഫൈൽ റൈറ്റിംഗിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ആൻഡ് ഗിവ് എ ടൈറ്റിൽ. അപ്പം നമ്മൾ എന്താ ആദ്യം വേണ്ട? ഒരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. യൂഷ്വലി ദ ടൈറ്റിൽ ഇസ് നെയിം ഓഫ് ദ പേഴ്സൺ. യൂസ് ഓൺലി ഡീറ്റെയിൽസ് പ്രൊവൈഡ്. നിങ്ങൾ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് ഒന്നും കയ്യിൽ നിന്ന് ഇടേണ്ട ആവശ്യമില്ല, കൊടുത്ത സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ആൻഡ് ദെൻ ഓർഗനൈസ് ദ ഗിവൺ ഡേറ്റ ലോജിക്കലി ആൻഡ് കൊഹീറൻ്റ്ലി. അപ്പോൾ ലോജിക്കലായിട്ട് അത് സീക്വൻസ് ചെയ്യാം. ആൻഡ് ഡെവലപ്പ് ദ ഹിൻസ് ഇൻ വെൽ ഫോം സെൻറ്റൻസസ് യൂസിങ് സപ്പോർട്ടിങ് ഡീറ്റെയിൽസ്. അപ്പം നല്ല ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങളൊരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. യൂസ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്. അപ്പോൾ ലിങ്കിങ് വേർഡ്സ് ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഷുഡ് ബി കൺസൈസ് ആൻഡ് പ്രിസൈസ്. അപ്പം വലിച്ചു വാരി ഇലാബറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല, കൊടുത്തിരിക്കുന്ന ഡാറ്റ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ബോൺ, എഡ്യൂക്കേഷൻ, നോൺ ആസ്, ഫേമസ് ഫിലിംസ്. അതായത് ഈസ് എ ഫിലിം മേക്കർ. അപ്പം അവാർഡ് പറയുന്നുണ്ട്, നോമിനേഷൻ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരെ പറ്റിയിട്ടാണ്? മജീദിനെ പറ്റിയിട്ടാണ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറയുന്നത്. സോ ഹിയർ ഇസ് എ
model here. Majid Majidi was born on 17th April 1959. അപ്പം കൊടുത്തിരിക്കുന്ന ഡാറ്റ മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. He started his film career as an actor. His films Majid Majidi had touched on many themes and genres and has won numerous international awards. അപ്പം ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് ഇൻഫർമേറ്റീവായിട്ട് കാര്യങ്ങളും പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻസും ഒന്നും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തത് നോട്ടീസ് നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് അല്ലേ? ഫോളോയിങ് പോയിന്റ്സ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബിഫോർ പ്രിപ്പയറിങ് എ നോട്ടീസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ പ്രോഗ്രാം, ഇവൻറ്റ്, ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യമേ അറിയണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ? നോട്ടീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ത് പ്രോഗ്രാമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ്റ് ആണോ, അല്ലെങ്കിൽ എന്താണെന്ന് ആദ്യം നമുക്ക് ധാരണ വേണം. ആൻഡ് ഓൾസോ ഹൂ കണ്ടക്ട്സ് ദ പ്രോഗ്രാം, ആരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഹൂ ഇസ് ഹോസ്റ്റിംഗ് ദ പ്രോഗ്രാം ഓർ ദ ഇവൻറ്റ്. ആൻഡ് ദെൻ വെൻ ഇസ് ദ പ്രോഗ്രാം, വാട്ട്, ഹൂ, വെൻ, വെയർ, വൈ. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു നോട്ടീസ് ആദ്യം ഉണ്ടാക്കാൻ. ഹൂ കണ്ടക്ട്സ്, വെൻ ഇസ് ദ പ്രോഗ്രാം, ഡേറ്റ്, എവിടെയാണ് നടക്കുന്നത്, വെയർ ഇസ് ദ പ്രോഗ്രാം, ആൻഡ് ഓൾസോ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദ നോട്ടീസ്, ഇഷ്യൂയിങ് അതോറിറ്റി, ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. കൂടെ തന്നെ ഡേറ്റും മെൻഷൻ ചെയ്യണം. ഓക്കെ, കൺക്ലൂഡ് വിത്ത് ദ സിഗ്നേച്ചർ ആൻഡ് ദ നെയിം ഓഫ് ദ ഇഷ്യൂയിങ് അതോറിറ്റി. അപ്പം SD എന്ന് എഴുതും അല്ലേ? SD എഴുതിയിട്ടാണ് നമ്മൾ എപ്പോഴും നോട്ടീസ് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ആരാണ് എന്നുള്ളത് നമ്മൾ സിഗ്നേച്ചറാണ് കേട്ടോ. ഇനി yes, there's an example given here. The theatre club of your school has decided to stage the play. And ഏത് പ്ലേ ആണ്? My Sister's Shoe. പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം, ഡ്രാമ. In your school, prepare a notice with all the details inviting the students to participate in the program. ഇപ്പോൾ സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ യു ഹാവ് ടു ഇൻകോർപ്പറേറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത ഹൂ, വെയർ, വെൻ, വാട്ട്, വൈ എല്ലാം ഇതിൽ വേണം. ലെറ്റ് സി നോട്ടീസ്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദേ ഷുഡ് ബി എ ടൈറ്റിൽ. നോട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുക്കണം. മോഡൽ സ്കൂൾ ഗോവ. അപ്പം സ്കൂളിൻ്റെ പേര്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ്? ഫിലിം ഫെസ്റ്റിവൽ. സോ ഫിലിം ഫെസ്റ്റിവലിന് മെൻഷൻ ചെയ്തു. ആൻഡ് ഓൾസോ ഡിയർ ഫ്രണ്ട്സ്, the film club of our school has decided to organize a film festival on 24th August 2018 at 10 AM. അപ്പോൾ എവിടെയാണ്, എന്നാണ്, സമയം ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. സോ വേർ ഇസ് ഇറ്റ് ഹാപ്പനിങ്? ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. Renowned screenplay writer and film director Mr. Adur Gopalakrishnan will inaugurate the festival. All are cordially invited to the function. അപ്പോൾ എല്ലാവരും ഫംഗ്ഷന് വരണം. All are welcome. ഇപ്പോൾ ഡേറ്റും സ്ഥലവും പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം 10/8/2020. സെക്രട്ടറി തിയേറ്റർ ക്ലബ്. അപ്പം ആരാണ് ഇഷ്യൂയിങ് അതോറിറ്റി എന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ദ നോട്ടീസ് ഇസ് ക്ലിയർ ബൈ നൗ. ഓക്കെ, നോട്ടീസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കൂ കേട്ടോ. നൗ വി ആർ മൂവിങ് ഓൺ ടു ഡയറി റൈറ്റിംഗ്. A diary entry is an informal and personal kind of writing. മിസ് നേരത്തെ പറഞ്ഞു, നല്ലൊരു എക്സാമ്പിൾ എക്സാം പോയിന്റ് ഗൈഡ് ബുക്ക് പേജ് നമ്പർ 73 കേട്ടോ. സോ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്? ബിഗിൻ ദ എൻട്രി വിത്ത് എ ജനറൽ സെൻറ്റൻസ് ഡിസ്ക്രൈബിങ് ദ ഡേ ഓഫ് മൊമെൻ്ററി ഫീലിങ്സ്. അപ്പം ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മൊമെൻ്ററി ഫീലിങ്സ് ഒക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യുക അല്ലേ? ഇൻ ദ ബോഡി you may discuss an event and your feelings towards it. Conclude with final remark and future course of action. നാളെ കാണാം, ഡയറി ഞാൻ ഉറങ്ങാൻ പോവാണ്, നാളെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഡയറി നിർത്തുക അല്ലേ? എക്സ്ക്യൂസ് മീ 1 second. Yeah. You should write as if you have really been a part of the situation. അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ പറ്റി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ഉള്ളത് പോലെ വായിക്കുന്ന ആൾക്ക് തോന്നണം അല്ലേ? അങ്ങനെയാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ഓൺലി മാറ്റേഴ്സ് ഓഫ് സം സിഗ്നിഫിക്കൻസ് ആർ റെക്കോർഡ്. അല്ലെങ്കിൽ വെറുതെ ഒരു ഡയറി ആരും എഴുതില്ല. അപ്പം നമുക്കിന്ന് ഭയങ്കര ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടായി, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക അല്ലേ? ഇന്ന് ഭയങ്കര സങ്കടമുള്ള ദിവസമായിരുന്നു സ്കൂളിൽ. പ്രിപ്പയർ എ ലൈക്ലി
ഡയറി അങ്ങനെ. ഓക്കെ, ഇറ്റ് ഈസ് എ സീക്രട്ട് റെക്കോർഡ് ഓഫ് ഡയറി. യൂഷ്വലി എന്താണ്, സീക്രട്ട് റെക്കോർഡാണ്. എല്ലാവരും ഓടിപ്പോയി വായിക്കുന്ന ഒരു സാധനമല്ല അല്ലേ ഡയറി. നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നൊരു സാധനമാണ്. ഇറ്റ് ഈസ് എ സീക്രട്ട് റെക്കോർഡ് ഓഫ് വൺസ് ലൈഫ് സോ ദാറ്റ് വൺ ക്യാൻ ബി വെരി ഓണസ്റ്റ് അബൌട്ട് വൺസ് ഫീലിംഗ് ആൻഡ് ഇമോഷൻ. നമുക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് യു ക്യാൻ ട്രീറ്റ് എ ഡയറി ആസ് യുവർ കോൺഫിഡൻറ്റ് ബെസ്റ്റ് ഫ്രണ്ടായിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയറീനെ നമുക്ക് കാണാൻ പറ്റും. ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഇൻ ഡയറി റൈറ്റിംഗ് ആർ ടെസ്റ്റഡ്. നമ്മളെപ്പോഴും ഒരു ഡയറി എൻട്രി എഴുതുമ്പം വാല്യൂ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കുക, യുവർ ക്രിയേറ്റിവിറ്റി, യുവർ ഇമാജിനേഷൻ, നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, അതൊക്കെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ദ ഡിസ്ക്രിപ്ഷൻ ഹാസ് ടു ബി ക്ലിയർ ബട്ട് ബ്രീഫ്. വായിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം, എന്താണ് ഇവൻറ്റ് അല്ലെങ്കിൽ എന്താ സിറ്റുവേഷൻ എന്ന് മനസ്സിലാവണം. ബട്ട് ദെൻ യു ഷുഡ് നോട്ട് ഇലാബറേറ്റ്, വാരി വലിച്ച് എഴുതരുത്. ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് ക്രിസ്പ് അല്ലേ. ദേ ഹാവ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ലോജിക്കൽ വേ. ഒരു ക്രൊണോളജി വേണം, കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സീക്വൻഷ്യൽ ആയിട്ട് വേണം യു ഷുഡ് റൈറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് ഡയറി എൻട്രി. Now you have an example here. Okay, Ali felt very sad when he reached home without his sister's shoe. He was sad to see her unhappy face and he could not bear the blight sight of her crying sister. അപ്പം ഷൂ നഷ്ടപ്പെട്ടതിൽ അലിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സിസ്റ്റർ ഇസ് ക്രൈങ്. അപ്പം ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. He wrote down his feelings and thoughts in his diary entry. So let's see how the diary is written. June 1st, 2019 മൺഡേ. അപ്പോൾ ഡേയും കൊല്ലവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ വേണം ഡയറി എഴുതാൻ. അതിനാണ് എക്സാമ്പിളും കൂടെ തരുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ആൻ അൺഫർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഐ എം സാഡ് ആൻഡ് അപ്സെറ്റ്. ഞാൻ വളരെ സങ്കടത്തിലാണ് എഴുതുന്നത്. അപ്പം എന്താണ് ഇമോഷൻ, സങ്കടമായിട്ടുള്ള ഒരു ഇമോഷനാണ് ഇവിടെ പോർട്രേ ചെയ്യുന്നത്. മൈ സിസ്റ്റേഴ്സ് ഷൂ ഇസ് മിസ്സിങ്. ഐ നോ ദാറ്റ് ഇസ് ഹെർ ഫേവറേറ്റ് ഷൂ. ഐ കനോട്ട് മീറ്റ് ഹർ നൗ. I don't want to see her unhappy face. She will get angry with me. I am in precarious situation. I add misery to my family. അപ്പോൾ എല്ലാവരും സങ്കടത്തിലാണ് ഷൂ പോയത്. ഓക്കെ, I hate and curse myself for my carelessness. അപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഷൂസ് കാണാതായത്. സോ I put blame on myself. ഞാൻ എന്നെ തന്നെ കുറ്റം പറയാണ് കേട്ടോ. I add misery to my family. I hate and curse myself for my carelessness. So can't go to school without her shoes. അപ്പം നാളെ സ്കൂളിൽ പോകണമെങ്കിൽ my sister cannot go without her shoes. How can I tell my father? ഞാൻ എന്ത് ചെയ്യും ഇപ്പം. I am scared of my father. അപ്പം നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ എപ്പോഴും ഡയറി എടുക്കാം. വാട്ട് ഇസ് കണ്ടംപ്ലേഷൻ? ടോക്കിംഗ് ടു വൺ സെൽഫ്. റിഫ്ലെക്സീവ് സ്പീക്കിംഗ് ആണ് കേട്ടോ. He will beat both of us. എനിക്കും കിട്ടും എൻ്റെ സിസ്റ്ററിനും അടി കിട്ടും അല്ലേ. He can't buy new shoes as he is in deep financial trouble. ഇനിയിപ്പോൾ പുതിയൊരു ഷൂ വാങ്ങുക എന്നുള്ളതും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പം ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാണ് യൂഷ്വലി യു റൈറ്റ് എ ഡയറി. ദിസ് ഈസ് എ ഡയറി ആൻഡ് ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡാറ്റ അനാലിസിസ്. വാട്ട് ഈസ് ഡാറ്റ അനാലിസിസ്? സ്റ്റഡി ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടാവും ആൻഡ് ദെൻ യു വിൽ ബി ആസ്ക്ഡ് സെവറൽ ക്വസ്റ്റ്യൻസ്. അപ്പം ടേബിൾ എന്തൊക്കെ ഉണ്ടെന്ന് യു ഷുഡ് നോ വെരി വെൽ. ഓക്കെ, അപ്പോൾ ടേബിൾ എന്താ ഉള്ളതെന്ന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസേഴ്സ് പറയാൻ പറ്റൂ. അപ്പോൾ ടേബിൾ എന്താ നമുക്ക് നോക്കാം. ടേബിൾ ഹാസ് 3 columns. നെയിം ഓഫ് ദി award, name of the film, name of the director. Which are the name of the awards? Golden Crow Peasant Award for the best film. Then Silver Crow Peasant Award for best debut film. Silver Crow Peasant Award for the best director. അങ്ങനെ കുറേ അവാർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നെയിം ഓഫ് ദ ഫിലിം, ഇവിടെ 5 ഫിലിംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ദ തേർഡ് കോളം യു ക്യാൻ ഫൈൻഡ് നെയിം ഓഫ് ദ ഡയറക്ടേഴ്സ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ, കോമെൻറ്റ് ബോക്സിൽ ഇടൂ കേട്ടോ. വിച്ച് ഫിലിം വൺ ദ ഗോൾഡൻ ക്രോ പെസൻറ്റ് അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫിലിം? വിച്ച് ഇസ് ദ ഫിലിം? പറയൂ, കോമെൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ് വരട്ടെ, കാണട്ടെ. ഗോൾഡൻ ക്രോ പെസൻറ്റ് അവാർഡ് പർവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സിൽവർ ക്രോ പെസൻറ്റ് അവാർഡ് ഇസ് ഗിവൺ ഫോർ 3 items. സിൽവർ ക്രോ പെസൻറ്റ് അവാർഡ് എന്തിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ആൻഡ് ബെസ്റ്റ് ഡയറക്ടർ. അപ്പം 3 അവാർഡ്സിനാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഫിലിം വൺ 2 awards ഇൻ ദ ഫെസ്റ്റ്? ഏത് 2 ഫിലിമിന്, ഒരു ഫിലിമിന് 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. വിച്ച് ഇസ് ഇറ്റ്? ഇരട്ട.
ഓക്കെ, അതും മെൻഷൻ ചെയ്തു. അപ്പം ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫ്രം ദ ടേബിൾ ഇറ്റ്സെൽഫ്. ടേബിളിനെ പറ്റി നമ്മൾ നന്നായിട്ടൊന്ന് ഫസ്റ്റ് ഒരു സ്റ്റഡി നടത്തണം. ഓൺലി ദെൻ യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ദോ. സോ ദിസ് ഈസ് എ വെരി ഈസി വേ ടു ഗ്രാബ് 5 മാർക്സ്. സോ ഒരു ഡാറ്റ അനാലിസിസ്, ടേബിൾ അനാലിസിസ് ക്വസ്റ്റ്യൻ വന്നാൽ ദാറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു സ്കോർ മാർക്സ്. 5 മാർക്സ് ഷുവർ ഇൻ യുവർ പോക്കറ്റ്. ഓക്കെ, ഹൂ ഡിറക്റ്റഡ് ദ ഫിലിം മേഘ് ദേഖ് താര? ഏതാണ്? കമലേശ്വർ മുഖർജി. Okay, and the last question, which award was won by Siddharth Shiva? Siddharth Shiva is the director in the third column. ഏതാണ് film? Silver Crow Peasant Award for Best Feature Film. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. സോ ഡോണ്ട് മിസ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, വിട്ടുപോകരുത്. ഈസി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പ്ലീസ് മാർക്ക് ഇറ്റ്. ഓക്കെ, നൗ റിവ്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഫിലിം റിവ്യൂസ് ഉണ്ട്, ബുക്ക് റിവ്യൂസ് ഉണ്ട്. വാട്ട് ഈസ് എ റിവ്യൂ? എ റിവ്യൂ ഇസ് എൻ ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് എ ലിറ്റററി പീസ് ഓഫ് വർക്ക്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ബുക്ക് വായിക്കണം. അല്ലെങ്കിൽ ഒരു ഫിലിം ആണെങ്കിൽ ആ ഫിലിം കാണണം. യു അനലൈസ് ഇറ്റ്, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ഇപ്പോൾ ഫിലിം ആണെങ്കിൽ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, അതിൻ്റെ സീക്വൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? എന്നാലേ നമുക്കൊരു ഫിലിം റിവ്യൂവിനെ പറ്റി പറയാൻ പറ്റും. ഓടിപ്പോയി അയ്യേ പൊട്ട സിനിമ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാണണം, അതിന് മനസ്സിലാക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഇറ്റ് ഈസ് ഓൾസോ ദി സെയിം ഇൻ ദ സ്റ്റോറീസ് ആസ് വെൽ. ഓക്കെ, സ്റ്റോറി ആണെങ്കിൽ പ്ലോട്ട്, ക്യാരക്ടർ, തീം എന്താണെന്ന് അറിയണം, ഹൂ റോട്ട് ഇറ്റ്, അത് എഴുതാനുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എല്ലാം അറിഞ്ഞാൽ മാത്രമേ യു ക്യാൻ റൈറ്റ് എ റിവ്യൂ ഓഫ് എ ബുക്ക് ഓൾസോ ഓർ എ സ്റ്റോറി ഓർ വാട്ട് എവർ യു ആർ ഡൂയിങ്. എ റിവ്യൂ ഇസ് എൻ ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് എ ലിറ്റററി പീസ് ഓഫ് വർക്ക്. അപ്പം ഇൻഡെപ്ത് അനാലിസിസ് ആണ് എപ്പോഴും എന്ത്? റിവ്യൂ. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് എ കോംപ്രിഹെൻസീവ് ഡിസ്കഷൻ ഓഫ് പ്ലോട്ട്. മിസ് പറഞ്ഞല്ലേ, പ്ലോട്ട്, ക്യാരക്ടർ, തീം, ഫീലിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വർക്ക്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ യു ക്യാൻ റൈറ്റ് എ ഗുഡ് റിവ്യൂ. ആൻഡ് ദ 2 എക്സാമ്പിൾസ് ആർ, ഇറ്റ് ക്യാൻ ഈദർ ബി എ ബുക്ക് റിവ്യൂ, ഫിലിം റിവ്യൂ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി റിവ്യൂ. സോ ഇങ്ങനെയാണ് നമ്മൾ റിവ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, now letters are 2 types, a formal and informal. 9th standard യൂഷ്വലി ഇൻഫോർമൽ ലെറ്റേഴ്സ് ചോദിച്ച് കാണാറുണ്ട്, ഫോർമൽ ലെറ്റേഴ്സും വരും. ഓക്കെ, സോ ദർ ആർ പോസിബിലിറ്റീസ് ഫോർ ബോത്ത്. ഇറ്റ് ക്യാൻ ഈദർ ബി എ ഫോർമൽ ലെറ്റർ ഓർ ഇൻഫോർമൽ ലെറ്റർ. സോ അത് നമുക്ക് ലെറ്റർ എങ്ങനെയാണ് എഴുതുകയെന്ന് നോക്കാം. ഓക്കെ, when writing a formal letter, always be respectful and conscious of your language. ഇപ്പം നമ്മൾ ലാംഗ്വേജിനെ പറ്റി നല്ല ബോധം വേണം. No matter what the subject of the letter might be. ഇപ്പം സബ്ജക്റ്റ് എന്താണെന്നുള്ളതിലല്ല, നിങ്ങൾ എങ്ങനെ അത് പോർട്രേ ചെയ്യുന്നു, how you put it into words. Your language really matters. To write a formal letter, there are some points to be remembered. So here are the points. Important points എന്തെങ്കിലും ഉണ്ടെങ്കിൽ I am telling it again and again. That is, you don't miss out any points അല്ലേ? അപ്പം എന്തെങ്കിലും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ജോട്ട് ഡൗൺ ഇറ്റ് ഇൻ യുവർ ബുക്ക്. ഓക്കെ, ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സെൻഡേഴ്സ് അഡ്രസ്. ഇത് ഫോർമാറ്റ് ആണ് മിസ് പറയുന്നത് കേട്ടോ. സെൻഡേഴ്സ് അഡ്രസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സെൻഡറിൻ്റെ അഡ്രസ്സാണ് നമ്മൾ എഴുതേണ്ടത്. ദിസ് ഇസ് ഫോളോഡ് ബൈ ഡേറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ്. ആരാണോ എഴുതുന്നത് അതാണ് സെൻഡർ. ഓക്കെ, സെൻഡേഴ്സ് അഡ്രസ്, ദെൻ യു ലീവ് എ ലൈൻ ആൻഡ് പുട്ട് ദ ഡേറ്റ്. ആൻഡ് നെക്സ്റ്റ് യു റൈറ്റ് ദ റിസീവേഴ്സ് അഡ്രസ് കംസ് നെക്സ്റ്റ്. The receiver can be the name of the firm or one who represents the firm. അപ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഓർഗനൈസേഷന് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ടു ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ, ടു ദ മാനേജർ, ഏഷ്യാനെറ്റ് മൂവീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതില്ലേ. അപ്പോൾ അതേപോലെ ഒന്നെങ്കിൽ ഒരു ഫേമിനെ പറ്റി ഫേമിലേക്ക് എഴുതാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എഴുതാം, ടു എക്സാം പോയിൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ടു ദ CEO എക്സാം പോയിൻറ്റ് അങ്ങനെ എഴുതാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻ എനി വേ. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയതിന് ശേഷം വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദ സബ്ജക്റ്റ്. ദ സബ്ജക്റ്റ് ഓഫ് ദ ലെറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ സബ്ജക്റ്റ് വായിക്കുമ്പം ലെറ്റർ എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ. വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്ജക്റ്റ് വായിക്കുമ്പോൾ കിട്ടാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ സിംഗിൾ ലൈൻ. ഒറ്റ ലൈനിൽ നമ്മൾ സബ്ജക്റ്റ് തീർക്കണം. അല്ലാതെ കഥ പോലെ സബ്ജക്റ്റ് എഴുതി വെക്കരുത്. കഥ നമുക്ക് ലെറ്ററിൻ്റെ ബോഡിയിൽ എഴുതാം. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് സാലിറ്റേഷൻ.
ക്യാൻ ബി ഡിയർ മാം അല്ലെങ്കിൽ ഡിയർ സർ, റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പണ്ടായിരുന്നു നമ്മൾ എഴുതുക. ഇപ്പം ഡിയർ മാം, ഡിയർ സർ അങ്ങനെയാണ് എഴുതി വരുന്നത്. അങ്ങനെ എഴുതുന്നത് തെറ്റില്ല. ഇനിയിപ്പോൾ റെസ്പെക്റ്റഡ് സർ എന്ന് എഴുതിയാലും മാർക്കൊന്നും കുറയ്ക്കില്ല കേട്ടോ. If it is a person you know well, you can address them by their name. Okay. But usually നിങ്ങൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പം it is better to put sir or madam. ഇനി പേരറിയുന്ന ആളാണെങ്കിൽ like I always said നമുക്ക് പേരും മെൻഷൻ ചെയ്യാം. Okay. And then body of the letter can be written in 3 paragraphs. ഒരു introduction and the main content and a concluding sentence. Okay. The first paragraph should be aimed at introducing yourself and stating the purpose of the letter. That is a brief introduction. And then second paragraph should finish all the information about the matter. അപ്പോൾ second paragraph ആവുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ഇൻഫർമേഷനും ആ second paragraphൽ തന്നെ കൊള്ളിക്കുക. And also the third paragraph can be concluding paragraph where you lay out your expectations regarding the matter. So അവിടെയാണ് നിങ്ങൾ looking forward for your reply എന്നോ please do the needful അങ്ങനെയൊക്കെ എഴുതുന്നത് എവിടെയാണ്? your concluding portion. Okay. Next, to close your letter, നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ what do? You can use a complimentary closing. What is a complimentary closure? Your faithfully, your respectfully അങ്ങനെ എഴുതുന്നതാണ് എന്ത്? That is a complimentary close. Your sincerely, your trustfully അങ്ങനെയൊക്കെ എഴുതുന്നതാണ് complimentary closure. Unlike informal letters, the signature should include your name. That too in block letters. What is block letters? Capital letters അല്ലെങ്കിൽ bold letters. Okay. And designation below your signature. You also write your designation. ഇപ്പം സ്കൂൾ ഹെഡ് ഗേൾ അല്ലെങ്കിൽ ഹെഡ് ബോയ്, സ്കൂളിൽ നിങ്ങൾ പ്രശ്നത്തിന് പറ്റി എഴുതുകയാണെങ്കിൽ ഹെഡ് ഗേൾ, ഹെഡ് ബോയ് അങ്ങനെ എന്താണ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, എന്താണ് നിങ്ങളുടെ പൊസിഷൻ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്ററിൻ്റെ അവസാനം മെൻഷൻ ചെയ്യണം. ഓക്കെ. So here is an example. Sarah happens to read the educational grant given to single girl child by Iranian government. So ഇങ്ങനെ ഒരു പോസ്റ്റ് കാണാനിടയായി സാറ. She decided to draft a letter demanding the same. അപ്പം ഒരു ലെറ്റർ എഴുതാൻ തീരുമാനിക്കുന്നു. Prepare a likely letter. So this is the question. So here is an example. ഇപ്പം സാറിൻ്റെ അഡ്രസ്സാണ് സാർ ആദ്യം കൊടുക്കേണ്ടത്. ഹൗസ് നമ്പർ 25 ഗസൽ സ്ട്രീറ്റ്, തെഹ്റാൻ, 20th October 2019. So here 20th October 2019 കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഡേറ്റ് എഴുതേണ്ടത്. ഓക്കെ. നൗ ദ മാനേജർ HR ഡിപ്പാർട്ട്മെൻറ്റ് തെഹ്റാൻ എന്ന് പറഞ്ഞ് റിസീവറിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ആൻഡ് ദെൻ വാട്ട്? സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ ലോൺ ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. കണ്ടോ? അപ്പം സബ്ജക്റ്റിൽ തന്നെ മാറ്റർ ഓൾറെഡി മനസ്സിലായല്ലേ? എഡ്യൂക്കേഷൻ ഗ്രാൻഡിനെ പറ്റി ഫോർ വാട്ട്? സിംഗിൾ ഗേൾ ചൈൽഡിനുള്ള ആപ്ലിക്കേഷനാണ്. അപ്പം സബ്ജക്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ലെറ്ററിൻ്റെ സംഭവം എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇനി ഡിയർ സർ, ഐ ബിലോങ് ടു ഓക്ര സിറ്റി ആൻഡ് ലിവ് ദെയർ വിത്ത് മൈ പാരൻസ് ഇൻ എ റെൻറ്റഡ് home. My father is an ordinary laborer and my mother is bedridden. So introduction ആയേ. They are struggling hard to make both ends meet. We are going through a difficult circumstances and bitter realities of life. I am in sheer need of educational loan privileged for single girl child by the government. It will help me continue my studies. So matter കുറച്ചും കൂടി expand ആയല്ലേ? It had been due financial constraint. As I am hope of family, it will help me to support my family. All the required documents are enclosed here for your kind consideration and favorite orders. So അതിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ലെറ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിലുള്ള ക്ലോസിംഗ് സെൻറ്റൻസ്. I earnestly request you to consider my request and provide me at least 13141. So that is the amount. Shall be highly obliged for this. So ഇത് റെഫറൻസ് ഓഫ് എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ? ഷീ കെയിം ടു നോ ദിസ് ഫ്രം എ പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ റെഫറൻസ് നമ്പറും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്കിങ് യു യോർ സിൻസിയർലി സാറ. ദിസ് ഇസ് ദ ക്ലോഷ്യർ. സോ ആരാണ് എഴുതുന്നത്? കോംപ്ലിമെൻ്ററി ക്ലോഷ്യർ. താങ്കിങ് യു യോർസ് സിൻസിയർലി. ഇഫ് ഇറ്റ് ഈസ് എ ഇൻഫോർമൽ ലെറ്റർ, താങ്കിങ് യു യോർസ് ലവിംഗ്ലി എന്ന് എഴുതാം. സോ ദിസ് ഇസ് എ ഫോർമൽ ലെറ്റർ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ലവിംഗ്ലി ഒന്നും എഴുതാൻ പറ്റില്ല. യു ക്യാൻ യൂസ് ട്രസ്റ്റ്ഫുള്ളി, സിൻസിയർലി എന്നൊക്കെയുള്ള
കോംപ്ലിമെൻ്ററി ക്ലോഷേഴ്സ് ആണ് യൂഷ്വലി നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫോർമൽ ലെറ്റേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഫോർമൽ ലെറ്റേഴ്സിനെ പറ്റിയിട്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഫോർമാറ്റ് ഒന്നും ഫോളോ ചെയ്യാനില്ല. Excuse me. Informal letters are personal letters that are written to let your friends or family know about what is going on in your life and to convey your regards. അപ്പം നിങ്ങൾ റിഗാർഡ്സ് കൺവേ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹാപ്പി മൊമെൻറ്റ് അല്ലെങ്കിൽ സാഡ് മൊമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറി എഴുതുന്ന പോലെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെയാണ് നമ്മൾ കത്തെഴുതുക. ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ് യൂഷ്വലി റിട്ടൺ ടു എ ഫാമിലി മെമ്പർ, എ ക്ലോസ് അക്വൈൻറ്റൻസ് ഓർ എ ഫ്രണ്ട്. The language used in informal letters casual and personal. സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലും എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ഫോർമാറ്റ് ഇസ് അഡ്രസ്സും ഡേറ്റും. ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, 15/2021 or 15 November 2000. ഏതൊരു വിധത്തിലും നിങ്ങൾക്ക് എഴുതാം. ഈ ഞാൻ മെൻഷൻ ചെയ്ത ഏത് പാറ്റേൺ വേണമെങ്കിലും യു ക്യാൻ യൂസ്. ഇൻട്രൊഡക്ഷൻ ആൻഡ് ബോഡി ഓഫ് ദി ലെറ്റർ. നമ്മൾ എന്താ എപ്പോഴും Hi mom, I hope you are doing well. I'm fine here. What are the new events that happening at home? എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അമ്മയ്ക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ കത്തെഴുതുക. ദാറ്റ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ആൻഡ് യു കൺക്ലൂഡ് the letter. We will meet soon. I hope അല്ലെങ്കിൽ I expect a reply letter from you എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. End the informal letter on a friendly note. Okay, hope to meet you soon എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ലി നോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റർ ക്ലോസ് ചെയ്യാം. ഫോംസ് ഓഫ് സബ്സ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സിഗ്നേച്ചർ. യു ക്യാൻ യൂസ് ദ ഫോളോയിങ് ഇൻ ദ ഇൻഫോർമൽ ലെറ്റേഴ്സ് ടു റിലേറ്റീവ്സ് ആൻഡ് നിയർ ഫ്രണ്ട്സ്. എന്താണ്, യോസ് അഫെക്ഷനറ്റ്ലി, യോസ് ലവിങ്ലി, യോസ് ലവിങ് ഫ്രണ്ട് അല്ലെങ്കിൽ വിത്ത് ലവ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂഷ്വലി ലെറ്റേഴ്സ് ക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻഫോർമൽ ലെറ്റർ. കീപ്പ് ഇൻ മൈൻഡ് ദിസ് ഈസ് സോൾലി അബൌട്ട് ഇൻഫോർമൽ ലെറ്റേഴ്സ്. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, അത് വേറെ തന്നെയാണ്. അപ്പം ഇൻഫോർമൽ ലെറ്ററിന് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്ട്രിക്റ്റ് പാറ്റേൺ ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല. ഇനി ഇമേജ് ഡിസ്ക്രിപ്ഷൻ. മിസ് ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദിസ് ഇമേജ്. ഇത് എവിടെ നിന്നാണ്, ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്നാണ് അല്ലേ. എന്താ ചോദ്യം, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ദ ടോയ്ലറ്റ്. അപ്പം ഫ്രം ദിസ് ചാപ്റ്റർ എന്ത് മനസ്സിലാകും, ഈ ചിത്രം ഏത് ചാപ്റ്റർ എന്നാണ് ഓൾറെഡി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ ടോയ്ലറ്റ്. ഇനി ഇമേജിൽ എന്താണ്, സംബഡി ഈസ് പീപ്പിംഗ് ത്രൂ അല്ലേ, ആരോ എത്തി നോക്കുകയാണ്. ആൻഡ് സംബഡി ഈസ് സിറ്റിംഗ് ഔട്ട് സൈഡ് ആൻഡ് ഹാവിംഗ് ടീ. ഹൂ ഇസ് ഇറ്റ്, ദ ഗേൾ ഓർ ദ പ്രൊട്ടാഗണിസ്റ്റ് ഇൻ ദ ചാപ്റ്റർ ടോയ്ലറ്റ്. സീക്രട്ടായിട്ടാണ് താമസിക്കുന്നത് പറഞ്ഞല്ലേ സിസ്റ്ററുടെ വീട്ടിൽ. സോ മൊഹോളോ ആണ്. മൊഹോളോ ഇസ് പീപ്പിംഗ്. ആരാണ്, പുറത്ത് മാഡവും ഫ്രണ്ട്സും ചായ കുടിക്കുന്നുണ്ട്. സോ അതാണ് ഇവൻറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ദ പിക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ആ ഇമേജിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മെസ്സേജ് കൺവേഡ്. സോ വാട്ട് മെസ്സേജ് ഇസ് കൺവേഡ് ത്രൂ ദ പിക്ചർ, അതും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഓൾസോ ഓർഗനൈസേഷൻ ഓഫ് ഇവൻറ്റ്സ്. സോ നമ്മൾ ഓടിപ്പോയിട്ട് സംബഡി ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ എന്നല്ല എഴുതുക. ഇറ്റ് ഈസ് ക്ലിയർലി ഗിവൺ ഫ്രം ദ ചാപ്റ്റർ ടോയ്ലറ്റ്. അപ്പം ക്യാരക്ടർ ആരാണ്, ഹൂ ഇസ് പീപ്പിംഗ്, വൈ ഇസ് ഷീ പീപ്പിംഗ്, വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും ഒരു പിക്ചറിന് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ യുവർ ലാംഗ്വേജ്, ദ വേർഡ്സ് യൂസ് ഗുഡ് വൊക്കാബുലറി, യൂസ് പൺ, ഡോണ്ട് യൂസ് അൺനെസസറി ജാർഗൻസ്. ഒരുമാതിരി ഭയങ്കര ഓർണമെൻ്റൽ ലാംഗ്വേജ് ഒന്നും വേണ്ട. ബട്ട് ദെൻ വാട്ട് യു യൂസ് ഷുഡ് ബി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആൻഡ് യുവർ വൊക്കാബുലറി ഷുഡ് ബി വെരി നൈസ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ സ്യൂട്ടബിൾ, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഓവർഡു ചെയ്യരുത്. ഓക്കെ, ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഗ്രാമർ പാർട്ട്. ഗ്രാമറിൽ നമുക്ക് ഈ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രേസൽ വേർബ്സ് ആണ്. ഓക്കെ, ഫ്രേസൽ വേർബ്സ് ആർ ഫ്രേസസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആക്ഷൻ. വൈ, ബിക്കോസ് ഒരു ഫ്രേസിൻ്റെ കൂടെ വാട്ട് ഡു യു സീ, വേർബ് അല്ലേ, ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഫ്രേസൽ വേർബ്സ് കൺസിസ്റ്റ് ഓഫ് എ മെയിൻ വേർബ് പ്ലസ് ഈതർ ആൻ ആഡ്വേർബ് ഓർ എ പ്രപ്പോസിഷൻ. അപ്പോൾ എന്താണ് ഉണ്ടാവുക, ഒന്നെങ്കിൽ ഒരു ആഡ്വേർബ് ആവാം അല്ലെങ്കിൽ ഒരു
preposition ആവാം. Okay. Phrasal verbs provide the action in a sentence. So phrasal verbs help to denote an action. However, by combining a verb with an adverb or a preposition, the combination of words makes the verb phrase take the meaning of its own. അപ്പം രണ്ട് വാക്കുകൾ സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോൾ it will have different meaning. But when they are combined together to make a phrasal verb, it won't be the superficial meaning. It has some in-depth meaning also. എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. മിസ് ഇവിടെ ലുക്ക് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലുക്ക് ഫോർ, ലുക്ക് അപ്പ്, ലുക്ക് ഫോർവേഡ്. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രേസൽ വേർബ്സ് ഒക്കെ കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ലുക്ക് ഫോർ? ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ തിരയുക, സെർച്ച്. ദാറ്റ് ഈസ് ലുക്ക് ഫോർ. ഹീ ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് കീസ്. താക്കോലിന് വേണ്ടി തിരയാണ്. ഓക്കെ, ലുക്ക് അപ്പ് ടു. വാട്ട് ഈസ് ലുക്ക് അപ്പ് ടു? ഹിസ് ഫാദർ, ലുക്ക് അപ്പ് ടു പറഞ്ഞാൽ ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റെസ്പെക്ട് ഫോർ എ പേഴ്സൺ. ഐ ഓൾവേസ് ലുക്ക് അപ്പ് ടു മൈ ഫാദർ. എനിക്ക് അച്ഛനെ പോലെ ആവാനാണ് ആഗ്രഹം. റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഹിസ് ഫാദർ ഇസ് ഹിസ് മോഡൽ. എന്താണ്? അച്ഛനാണ് റോൾ മോഡൽ. ഓക്കെ, ഹീ ഈസ് ദ പേഴ്സൺ ഹീ ലുക്സ് അപ്പ് ടു. അപ്പം അച്ഛനെ പോലെ ആവാനാണ്, ഹി റോൾ മോഡലിനെ പോലെ ആവാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുക അല്ലേ. സോ ലുക്ക് അപ്പ് ടു മീൻസ് ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റെസ്പെക്ട് ഫോർ പേഴ്സണായിട്ട് അഡ്മിറേഷൻ പോലെ. ഓക്കെ, ലുക്ക് ഫോർവേഡ്, to await eagerly. I'm looking forward for my examination results. Waiting eagerly for my results അല്ലേ. Anticipate with pleasure. എനിക്ക് കുറേ മാർക്ക് ഉണ്ടാവും, എനിക്ക് റിസൾട്ട് വരാൻ വേണ്ടി ഭയങ്കര ആങ്സൈറ്റി. ഐ എം ലുക്കിംഗ് ഫോർവേഡ് അല്ലെങ്കിൽ എന്താ, ഐ എം awaiting for my results. Now there is an example sentence here. She is looking forward to visiting Paris. പാരീസിൽ പോകാൻ വേണ്ടിയിട്ട് looking forward to visit Paris. Here are some more phrasal verbs I've given here. Put on, give up, put off, call off. അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ ഉണ്ടല്ലേ. പുട്ട് ഓൺ യുവർ ക്ലോത്ത്സ്, ദ മീറ്റിംഗ് ഇസ് കോൾഡ് ഓഫ്, അല്ലെങ്കിൽ പുട്ട് ഓഫ് ദ ലൈറ്റ്. അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒത്തിരി ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അപ്പം കുറേ നല്ല ഫ്രേസൽ വേർബ്സ് അറിഞ്ഞിരുന്നാൽ യു ക്യാൻ റൈറ്റ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ എപ്പോഴും ഫ്രേസൽ വേർബ്സ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഷ്യോർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 4 മാർക്സിന് ഫ്രേസൽ വേർബ്സ് എന്തായാലും ചോദിക്കും. ദാറ്റ് ഈസ് ഷ്യോർ. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ഫ്രേസൽ വേർബ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ഒരു എക്സാമ്പിൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ കുഡ് നോട്ട് ഡാഷ് മൈ മദേഴ്സ് ഒപ്പീനിയൻ ഓഫ് ബിക്കമിങ് എ ടീച്ചർ ഓർ എ നഴ്സ്. അറ്റ് ദ സെയിം ടൈം ഐ വാസ് നോട്ട് ഏബിൾ ടു ഡാഷ് ഓൺ വാട്ട് ഐ നീഡഡ് ഇൻ ലൈഫ്. മൈ വിഷ് വാസ് ടു ബിക്കം ആൻ ആക്ടർ, but there was nobody to dash my plan. So I decided to dash the problem on my own. അപ്പം 4 fill in the blanks കൊടുത്തിട്ടുണ്ട് അല്ലേ. And also you have options here. Account for, agree with, deal with, back up, make up my mind. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ദാറ്റ്സ് എ സ്കിൽ. നമുക്ക് എല്ലാ ഫ്രേസൽ വേർബ്സിൻ്റെ അർത്ഥം അറിഞ്ഞോളണമെന്നില്ല അല്ലേ. അപ്പം ഇതൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പം എന്താണ്? ഐ കുഡ് നോട്ട് ഡാഷ് മൈ മദേഴ്സ് ഒപ്പീനിയൻ ഓഫ് ബിക്കമിങ് എ ടീച്ചർ ഓർ എ നഴ്സ്. ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ ടോയ്ലറ്റ്. ഐ കുഡ് നോട്ട് ഡാഷ് എഗ്രി വിത്ത്. ഐ കുഡ് നോട്ട് എഗ്രി വിത്ത് മൈ മദേഴ്സ് ഒപ്പീനിയൻ ഓഫ് ബിക്കമിങ് എ ടീച്ചർ ഓർ എ നഴ്സ്. സോ ഹർ മദർ ഓൾവേസ് വാണ്ടഡ് ഹർ ടു ബിക്കം എ ടീച്ചർ ഓർ എ നഴ്സ്. അപ്പോൾ ആ ഇതിനോട് എഗ്രി ചെയ്യാൻ പറ്റിയില്ല. അറ്റ് ദ സെയിം ടൈം ഐ വാസ് നോട്ട് ഏബിൾ ടു ഡാഷ് ഓൺ വാട്ട് ഐ നീഡഡ് ഇൻ ലൈഫ്. എന്താണ്? മേക്കപ്പ് മൈ മൈൻഡ്. എനിക്ക് എൻ്റെ മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞ് റെഡിയാക്കാൻ പറ്റിയില്ല അല്ലേ. അറ്റ് ദ സെയിം ടൈം ഐ വാസ് നോട്ട് ഏബിൾ ടു ഡാഷ് മൈ മൈൻഡ് ഓൺ വാട്ട് ഐ നീഡഡ് ഇൻ ലൈഫ്. എനിക്ക് എന്താ ആക്ച്വലി വേണ്ടത് അങ്ങനെ പറഞ്ഞ് ഇതാക്കാനും എനിക്ക് പറ്റിയില്ല. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? മൈ വിഷ് വാസ് ടു ബിക്കം ആൻ ആക്ടർ, ബട്ട് ദെർ വാസ് നോബഡി ടു ഡാഷ് മൈ പ്ലാൻ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ടു ബാക്കപ്പ് മൈ പ്ലാൻ. സോ ഐ ഡിസൈഡഡ് ടു ഡാഷ് ദ പ്രോബ്ലംസ് ഓൺ മൈ ഓൺ. Deal with my problems on my own. So this is a example. അപ്പോൾ 4 മാർക്കിനുള്ള ഫ്രേസൽ വേർബ്സ് എന്തായാലും ചോദിക്കും. നല്ല കുറച്ച് ഫ്രേസൽ വേർബ്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അടുത്തായിട്ട് ചോദിക്കാൻ ഉറപ്പുള്ളൊരു ചോദ്യമാണ് എഡിറ്റ് ദ പാസേജ്. വാട്ട് ഈസ് എഡിറ്റിംഗ്? ഒരു പാസേജ് കൊടുക്കും, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. സോ യു ഹാവ് ടു എഡിറ്റ്.
എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാപിറ്റലൈസേഷൻ മിസ്റ്റേക്സ് ആവാം, ഫുൾ സ്റ്റോപ്പ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രപ്പോസിഷൻ മാറി കിടക്കുന്നുണ്ടാവും, ടെൻസ് മാറിയിട്ടുണ്ടാവും, അങ്ങനെ എന്തോ ആവാം കേട്ടോ. ഒരു പാരഗ്രാഫിൽ തന്നെ പല തരത്തിലാവാം എഡിറ്റിംഗ് നടക്കുക. സോ ഹിയർ ഇസ് എൻ എക്സാമ്പിൾ. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ, ദ എറേഴ്സ് ആർ ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇപ്പോൾ ഇറ്റാലിക്സിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എറേഴ്സ് ഒക്കെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഐ സാറ്റ് ദെയർ ആൻഡ് തിങ്ക് ഹൗ മച്ച് ഐ ഷുഡ് ലൈക്ക് ടു സീ മൈൻ ഓൾഡ് ഫാദർ അഗെയിൻ. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ട്രെയിൻ ആൻഡ് ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ I was in the earth and so I began to daydream. So ഇതാണ് പാസേജ്. അതിൽ തിങ്കും മൈൻ മൂവ്മെൻറ്റ് ഇൻ ഈ 4 സാധനങ്ങൾ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ട്, ഇറ്റാലിസൈസിൽ കാണിച്ചിട്ടുണ്ട്. കാണുന്നില്ലേ? സോ എന്താണ് മിസ്റ്റേക്ക്? ഐ സാറ്റ് ദെയർ, സാറ്റ് പാസ്റ്റ് ടെൻസിലാണ് അല്ലേ. ഐ സാറ്റ് ദെയർ ആൻഡ് തിങ്ക് എന്ന് പറയുമോ പ്രസൻറ്റ് ടെൻസിലില്ല. ഐ സാറ്റ് ദെയർ ആൻഡ് തോട്ടിനെ പറയുള്ളൂ. അപ്പം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എറർ ദെയർ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഒരു പ്രാവശ്യം എഴുതിയാൽ 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, സോ വെൻ യു റൈറ്റ് it gets feeded into your brain. I sat there and thought how much I should like to see my old father. Mine alla, my old father. Again, so light and soundless was the movement. മൂവ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, MOVEMENT. അങ്ങനെ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും, നമ്മൾ ശ്രദ്ധയിൽ പെടാത്തപ്പം 2-3 ആവർത്തി വായിക്കണം. സോ യു ഗെറ്റ് എ കൂൾ ഓഫ് ടൈം അല്ലേ, 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം കിട്ടുമ്പം ഇങ്ങനത്തെ ഏരിയാസൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് വായിക്കുക, എന്താണ് മിസ്റ്റേക്സ് എന്ന് മനസ്സിലാവും. ഓക്കെ, ദാറ്റ് ഇസ് കൂൾ ഓഫ് ടൈം. ഓഫ് ദ ട്രെയിൻ ആൻഡ് ഐ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഐ വാസ് ഇൻ ദിസ് എർത്ത് എന്ന് പറയോ? ഇല്ല, ഓൺ ദിസ് എർത്തിനെ പറയുള്ളൂ കേട്ടോ. സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം. സോ ഇങ്ങനത്തെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ദ പാസേജ് ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പം ടെൻസിൽ വന്നു, സ്പെല്ലിംഗ് എറേഴ്സ് വന്നു, പ്രപ്പോസിഷൻ വന്നു, അപ്പം എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു എഡിറ്റ് ദ പാസേജ് വരിക. അതും 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇങ്ങനെയും ഒരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കും. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സെൽമ ലെഗ്രോഫ് ആൻഡ് ഫെലോ പാസഞ്ചർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. അപ്പം ഫെലോ പാസഞ്ചർ, ദെൻ സെൽമ ഇസ് ടെലിംഗ് as a reply, I'm going to Stockholm. അപ്പോൾ എന്തായിരിക്കും പോസിബിളായിട്ട് ചോദിക്കുക? ഹലോ, വേർ ആർ യു ഗോയിങ്? കാരണം ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഫെലോ പാസഞ്ചറിൻ്റെ കോൺവെർസേഷൻ തുടങ്ങുന്നത് അല്ലേ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, വേർ ആർ യു ഗോയിങ്? അപ്പം ആൻസർ എന്താണ്? ഐ എം ഗോയിങ് ടു സ്റ്റോക്ക്ഹോൾം. നെക്സ്റ്റ്, ഫെലോ പാസഞ്ചേഴ്സ് ആസ്കിങ് സംതിങ് എൽസ് ആൻഡ് there is a dash given there. Selma is telling, yes, I have been there before to attend examination. അപ്പോൾ എന്തായിരിക്കും പോസിബിൾ ചോദ്യം? ഹാവ് യു ബീൻ ദെയർ ബിഫോർ? അങ്ങനെ ചോദിക്കുക അല്ലേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇൻ ദ കോമെൻറ്റ് ബോക്സ്. ഇപ്പം എന്താ ചോദിക്കുന്നത്? ഫെലോ പാസഞ്ചർ, യു ലൈക്ക് റീഡിങ് ആൻഡ് there is a question mark. സോ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. യു ലൈക്ക് റീഡിങ്, ഡോണ്ട് യു അല്ലേ? യെസ്, ഐ ലൈക്ക് റീഡിങ്. പിന്നെന്താ ചോദിക്കുന്നത്? ഡാഷ് യു മേ വിസിറ്റ് മൈ ബുക്ക് സ്റ്റോൾ ഇൻ സ്റ്റോക്ക്ഹോൾം. അതാണ് ഫെലോ പാസഞ്ചേഴ്സ് പറയുന്നത്. താങ്ക് യു സോ മച്ച്, ഐ കം ഫോർ ഷുവർ. അപ്പോൾ ഫെലോ എന്താ പറഞ്ഞത്? ഇഫ് യു ഹാവ് ഫ്രീ ടൈം പ്ലീസ് വിസിറ്റ് മൈ എന്താണ് യു മേ വിസിറ്റ് മൈ ബുക്ക് സ്റ്റോൾ ഇൻ സ്റ്റോക്ക്ഹോൾം, അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഐ കം ഫോർ ഷുവർ എന്ന് പറഞ്ഞിട്ടാണ് ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസും ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി ഈദർ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഓർ ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് ബുക്ക്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യം തന്നെ കോൺവെർസേഷൻ വരാമെന്ന്. പക്ഷേ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്, വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ പോവുക. ഇപ്പം നേരത്തെ ആരോ ചോദിച്ചു എന്താണ് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ആരെ പറ്റിയിട്ട് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്? ടോയ്ലറ്റിലുള്ള ലേഡീനെ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്. രാവിലെ പോകുന്നു, കഷ്ടപ്പെട്ട് വരുന്നു, ഒളിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ബിൽഡപ്പ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം എല്ലാ ചാപ്റ്ററിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് അവർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി വെച്ച്
ഒരു 5 to 6 പോയിൻറ്റ്സ് ഉള്ള ഒരു പോയിൻറ്റ്സ് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാരക്ടർ സ്കെച്ച് പോലെ. ക്യാരക്ടർ സ്കെച്ച് അപ്പിയറൻസ് മാത്രമല്ല, നമുക്ക് ക്വാളിറ്റീസും എന്താണ് അവരുടെ ഒരു മെയിൻ ഐഡിയ എന്താണ് കൺവേ ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കൂടിയൊക്കെ നമ്മൾ പോയി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, ഒരു മെയിൻ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പറഞ്ഞു, ആൻഡ് ഓൾസോ ഗ്രാമർ, ലെറ്റർ ഒക്കെ നമ്മൾ നോക്കി. ഇനി എക്സാം പോയിന്റ് ഗൈഡ് ബുക്കിൽ എപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, പേജ് നമ്പർ 95. പ്ലീസ് ഡു റെഫർ പേജ് നമ്പർ 95 ഓൾസോ ടു റൈറ്റ് an appreciation of poetry, and you can also refer page number 43 for letters. ഓക്കെ, മോഡൽ ലെറ്റേഴ്സ് പേജ് നമ്പർ 43 കൊടുത്തിട്ടുണ്ട് എക്സാം പോയിന്റ് ഗൈഡ് ബുക്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിസ്സിന് ഇന്ന് പറയാനുള്ളത്. ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, ആൻഡ് ഓൾസോ ഐ വോണ്ട് യു ഓൾ ടു ബി പ്രിപ്പയർഡ് ഫോർ ദ എക്സാം. ഓക്കെ, ലാസ്റ്റ് അവറിൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ ബുക്ക് മറിക്കുകയല്ല, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, പോയിന്റ് ഇട്ട് എഴുതി വെക്കുക, എന്തെങ്കിലും കുറച്ച് കളർ പെൻസൊക്കെ ഉപയോഗിച്ച് ബോക്സൊക്കെ ഇട്ടിട്ട് എക്സാം എഴുതുകയാണെങ്കിലും വളരെ നീറ്റായിട്ട് എഴുതുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പം അതൊക്കെ നമുക്ക് ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ് എക്സാം എഴുതുമ്പോൾ അല്ലേ. ഒരാൾ പേപ്പർ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ഈ പോയിൻ്റൊക്കെ അറിയാം. അപ്പം ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് മോർ മാർക്സ്. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്സ് കിട്ടുക അല്ലേ. അപ്പം നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ദർ ഇസ് നോ അതർ സൊല്യൂഷൻ ടു ഗെറ്റ് മോർ മാർക്സ്. ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്ന് യു വിൽ ബി നോയിങ് അല്ലേ. ചിലവർക്ക് ഗ്രാമർ സ്ട്രോങ് ആയിരിക്കും, ചിലവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ലെറ്റർ റൈറ്റിംഗ്, കോൺവെർസേഷനിലൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലവർക്ക് റീഡിംഗ് ആയിരിക്കും കൂടുതൽ നിൽക്കുക, അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഫോർ യുവർ സെൽഫ്, ആൻഡ് ദെൻ വീക്ക് ഏരിയാസിൽ യു പുട്ട് മോർ എഫേർട്ട്, ആൻഡ് ദെൻ build your weak area as your strong area. Okay, this is what I have to tell you. And also, don't watch the clock. Do what it does. Keep going. Clock എന്താ ചെയ്യുന്നത്? It is always ticking അല്ലേ, എപ്പോഴും കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. അതേപോലെ ക്ലോക്ക് എപ്പോഴും അയ്യോ സമയം പോയി എന്ന് പറഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കാതെ what you have to do, you have to do what the clock is doing. You also have to work hard. അയ്യോ സമയം പോയി എന്ന് പറഞ്ഞിരിക്കാതെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുക, ട്രൈ ടു റൈറ്റ് ലെറ്റേഴ്സ്, ട്രൈ ടു ഡ്രാഫ്റ്റ് നോട്ടീസ്, അങ്ങനെ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ശരിയാകുന്നുണ്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ എഴുതുക, നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ, തേർഡ് പേഴ്സൺ പോലെ വായിക്കുക. ഓക്കെ, കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. I wish all of you a great success for the coming exam. Thank you.